53 വയസ്സുള്ള ചേട്ടൻ കഴുത്ത് വേദനയായിട്ട് ഈ കൈറോപ്രാക്റ്റിയിൽ പോയി. അത് MRI എടുത്തിട്ട് ഡിസ്പ്രലാപ്സ് കണ്ടിട്ട് ഡോക്ടർ സർജറി പറഞ്ഞതായിരുന്നു. അത് കൈറോപ്രാക്റ്റിയിൽ ഈ നമ്മുടെ കഴുത്തിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതിൻ്റെ ലിമിറ്റിൻ്റെ ഓവറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മുടെ വെർട്ടിബ്രയുടെ പുറകിൽ സ്പൈനസ് പ്രോസസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിന് ഫ്രാക്ചറായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ സ്പൈനൽ കോഡിൽ ഡാമേജ് വന്ന ഒരു കൈ പാരാലിസിസ് ആയി പോയിട്ടുണ്ട്. അക്യൂട്ടായിട്ട് സെയിം ഡേ രാവിലെ ഒരു 11 മണിക്ക് കൈറോപ്രാക്റ്റിയിൽ ഇത് ചെയ്തു. വീട്ടിൽ ചെന്നപ്പോൾ ഈ കൈക്ക് അനക്കമില്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ അനൂപ് RC ആണ്. അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനാണ്, അതോടൊപ്പം ഒരു ഓർത്തോപീഡിക് സർജനാണ്. നമ്മുടെ വേദിയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വിഷയം നമ്മൾ എസൻസിൻ്റെ വേദിയിൽ ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് അസ്ഥിരോഗ സംബന്ധമായിട്ടുള്ള കുറച്ച് ഡോക്ടർ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്സിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് അശാസ്ത്രീയ ചികിത്സ, മറ്റ് മിഥ്യാധാരണകൾ, ഇവയെപ്പറ്റിയൊക്കെയുള്ള ഒരു ചെറിയൊരു ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു മനുഷ്യരൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ട്രസ്റ്റ് നമ്മുടെ അതിജീവനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉടലെടുക്കുന്ന അത്തരം നൈതികമായ ചട്ടങ്ങൾ, അത് നിയമപ്രകാരമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെയുള്ള അതിൻ്റെ എല്ലാം ഒരു ആകെത്തുകയാണ് നമ്മൾ നൈതികത അല്ലെങ്കിൽ എത്തിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ തൊഴിൽ മേഖലയിലും എത്തിക്സ് ഉണ്ടാവണം. ഈ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? മെഡിസിനിലെ എത്തിക്സ് ഒരു ഇമ്പോർട്ടൻ്റ് എന്നല്ല പറയാൻ പറ്റുക. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതായത് എത്തിക്സിനെ നമുക്ക് ABCDE എന്ന് തിരിക്കാം. അങ്ങനെയാണ്. A എന്ന് പറഞ്ഞാൽ ഓട്ടോണമി, അതായത് മ്യൂച്വലി ഇപ്പോൾ താങ്കൾ എൻ്റെ അടുത്തൊരു രോഗി ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് തമ്മിലുള്ള ആ റെസ്പെക്റ്റ്, അത് ഫസ്റ്റ് ഓഫ് ഓൾ ആ മ്യൂച്വൽ റെസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമുക്കൊരു കാര്യം നമ്മൾ തമ്മിൽ സംസാരിക്കാൻ നമ്മൾ ഒരു റാപ്പോ വേണമല്ലോ. ആ റാപ്പോ ബിൽഡ് ചെയ്യുന്നത്, അതാണ് ഓട്ടോണമി എന്ന് പറയാം. ബെനിഫിഷ്യൻസ്, അതായത് ഫോർ യുവർ ബെനിഫിറ്റ് ദാറ്റ് ഐ എം വർക്കിംഗ് എന്നുള്ളത് ഐ ഷുഡ് കൺവേ ടു യു. ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഹാപ്പൻ. C എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി, അതായത് താങ്കൾ എന്നോട് പറയുന്ന കാര്യത്തിന് താങ്കൾക്ക് എന്നോട് പൂർണ്ണമായും വിശ്വാസം ഉണ്ടാകും. അതായത് പേഴ്സണൽ പല കാര്യങ്ങളും ഡോക്ടർ രോഗി ബന്ധത്തിൽ പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരുമ്പോൾ ആ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ള എന്നിലുള്ളൊരു ട്രസ്റ്റ്, ഇത് ഈ ABCDയിൽ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എത്തിക്സിൻ്റെ ഫണ്ടമെൻ്റലാണ്. അതുപോലെ തന്നെ C കോൺഫിഡൻസ്, D ഡു നോട്ട് ഹാം. അതായത് ഞാൻ താങ്കൾക്ക് തരുന്ന ട്രീറ്റ്മെൻറ്റ് താങ്കളെ ഒരു രീതിയിലും ഹാം ചെയ്യുന്നില്ല എന്നുള്ളതും ഞാൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അത് ഞാൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അത് താങ്കൾക്ക് വേണ്ടുന്നതാണ്. ഇപ്പോൾ പല ചികിത്സകളുണ്ടാവും. താങ്കൾ വരുന്ന അസുഖത്തിന് മുട്ടുവേദനയായിട്ട് വരികയാണ്. മുട്ടുവേദനയ്ക്ക് ഓരോ സ്റ്റേജ് മുട്ടുവേദന, ഇപ്പോൾ തീരുമാനക്കാരനാണെങ്കിൽ ഓരോ സ്റ്റേജിലേക്ക് ഓരോ ട്രീറ്റ്മെൻറ്റാണ്. അതിപ്പോൾ അത്ലറ്റിന് വേണ്ടതാവില്ല ചിലപ്പോൾ ഒരു ഓൾഡ് ഏജ് ആയ ഒരാൾക്ക്. അപ്പോൾ നമുക്കൊരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ വി ഹാവ് ടു കൺസിഡർ ദാറ്റ് പേഷ്യൻസ് നീഡ് ആസ് വെൽ. അപ്പോൾ മേ ബി നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് മേ ബി ഇറ്റ് ക്യാൻ ഹാം. അതായത് അവരുടെ ജീവിതശൈലിക്ക് ആവശ്യമായ എന്താണോ അതാണ് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണം. ഡു നോട്ട് ഹാം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇക്വിറ്റി, അതായത് ജസ്റ്റിസ് ഫോർ എവരി വൺ. അതായത് എല്ലാവർക്കും ഈക്വൽ. ഇപ്പോൾ പൈസ ഉള്ളവരും ഇല്ലാത്തവരും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉള്ള വേർതിരിവുകളിൽ വരുന്നതൊന്നും നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ വരാൻ പാടില്ല. അപ്പോൾ ഈ ABCD ആണ് ഫണ്ടമെൻ്റൽസ് ഓഫ് എത്തിക്സ് എന്ന്, മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഓഫ് എനി പാർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ സത്യസന്ധമായിരിക്കണം, അതേപോലെ തന്നെ ഒരു വിശ്വാസത പുലർത്തണം. അതേപോലെ നമ്മൾ പണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, അതിനുപരി നമ്മൾ രോഗിക്ക് ഹാം ചെയ്യാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഈ എവിഡൻസ് ബേസ്ഡ് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഒരാളുടെ മേൽ നമുക്ക് ഫോഴ്സ് ചെയ്ത് ഇതാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് ഈ സ്റ്റേജിലെന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് അയാളുടെ ആവശ്യം കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ഫോർ ആൻ അത്ലറ്റ്, ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ACL ലിഗമെൻ്റ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ 100% ഹി റിക്വസ്റ്റ് സർജറി. അപ്പോൾ അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഒരു 55 വയസ്സ് 60 വയസ്സിലുള്ള ആൾക്ക് ACLൻ്റെ ആവശ്യം അത്രത്തോളം ഇല്ലാത്തടത്തോളം നമുക്ക് വി ക്യാൻ ട്രൈ ഫിസിയോതെറാപ്പി ആൻഡ് അതർ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 60 വയസ്സിൽ ചിലപ്പോൾ അവർക്ക് നമ്മൾ ACL റീകൺസ്ട്രക്ഷൻ ചെയ്താൽ അതൊരു ഹാമായിരിക്കും. അനസ്തേഷ്യയുടെ റിസ്ക്, പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള മറ്റു മെഡിസിൻസിൻ്റെ റിസ്ക്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഹാമായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ഹാം ഒഴിവാക്കുക എന്നുള്ളത് മെഡിക്കൽ എത്തിക്സിൻ്റെ ഒരു ബേസിക്സ് തന്നെയാണ്. രോഗി എപ്പോഴെങ്കിലും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിലൊരു വിഷയം വരുന്നത്. അതെ.
അപ്പോൾ നമ്മൾ ഈ പണം സമ്പാദിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല, അല്ലെങ്കിൽ ലാഭം നേടുക എന്നുള്ളത് മോശം കാര്യമല്ല. എന്നാൽ മനുഷ്യൻ്റെ പുരോഗതിയെ നയിച്ച ഏറ്റവും ഉദാത്തമായൊരു ചിന്തയാണ് ലാഭേച്ഛ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ് സ്ഥാപനം അത് മോശമല്ല, ഒരു കോർപ്പറേറ്റ് സംരംഭങ്ങൾ എന്ന് പറയുന്നതും മോശമല്ല. പക്ഷേ അമിത ലാഭം നേടുക, അല്ലെങ്കിൽ ഒരു രോഗിയെ ദോഷത്തിലാക്കിക്കൊണ്ട് ലാഭത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ അനാവശ്യമായ ചികിത്സകൾ അടിച്ചേൽപ്പിക്കുക, ഇതൊക്കെയാണ്, അല്ലെങ്കിൽ അമിത ലാഭം കൊള്ളലാഭം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഈ എത്തിക്സിൻ്റെ വിഷയമായിട്ട് വരുന്നത്. മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ ഒരു പൊതുബോധം തന്നെ ഈ ബിസിനസ്സിനും ലാഭം ഉണ്ടാക്കൽ, കച്ചവടം, ഇതിനൊക്കെ എതിരായിട്ടുള്ളൊരു പൊതുബോധം, ഇതൊക്കെ മോശം കാര്യങ്ങളാണെന്നുള്ളൊരു ഒരു ചിന്താഗതിയൊക്കെ ബേസിക്കായിട്ട് ജനങ്ങൾക്കുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുമ്പം ആൾക്കാർക്ക് ഒരുപാട് ആശങ്കയുണ്ട്. അപ്പം ഈ ഫീൽഡിൽ നിങ്ങൾ അത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത ചികിത്സകൾ, ഇപ്പോൾ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ദോഷമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പോകുന്ന ഒരു പ്രവണത ഡോക്ടർമാർക്കുണ്ടോ? ഒരു മനുഷ്യരല്ലേ, ഈ പണത്തിനൊക്കെ ഇച്ചിരി വശംവദരാകില്ലേ അവരൊക്കെ ഒരു പരിധിവരെയൊക്കെ? ഒറ്റ വാക്കിൽ ഗ്രീഡ് എന്ന് പറയാം. ഗ്രീഡ് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ചിലവുകൾക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എക്സ്ട്രാ വേണം എന്ന് ചിന്തിക്കുന്നതാണ് ഗ്രീഡ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ആണല്ലോ ഡോക്ടേഴ്സും. അപ്പോൾ നമ്മൾ പൊളിറ്റീഷ്യൻസിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ പൊളിറ്റീഷ്യൻസും ഉണ്ട്, സംവാട്ട് ബാഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അതുപോലെ ഡോക്ടേഴ്സ് ഇടയിലും ഐ അക്നോളജ് ദാറ്റ് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ 100% എന്ന് പറയാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഫോളോ ചെയ്യുന്നത് എത്തിക്കലി തന്നെയാണ്. എങ്കിലും ഈ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ എല്ലാത്തരം ആൾക്കാരും ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു നാരങ്ങ മുറിച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ എല്ലാ ഭാഗവും അതിനകത്ത് ആ ക്രോസ് സെക്ഷൻ വരുമല്ലോ. അതേപോലെ ഡോക്ടേഴ്സിൻ്റെ ഇടയിലും അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷേ എങ്കിലും ഒരു 90-95% ആൾക്കാർ പൂർണ്ണമായിട്ട് എത്തിക്സ് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ആൾക്കാർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങി ഫാർമ സീരീസ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസിനകത്ത് കാണിക്കുന്ന ചില കാര്യങ്ങൾ ചിലതൊക്കെ കുറച്ച് എക്സാഗ്രേറ്റഡ് ആണെങ്കിലും കുറച്ചൊക്കെ അതിനകത്ത് ഫാക്ട്സും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ഗ്രീഡാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. ഈ നമ്മൾ എന്താ പറയുക, അപ്പം നമ്മുടെ സാലറി അല്ലെങ്കിൽ നമ്മളൊരു വരുമാനം എന്നതിനപ്പുറം ഗ്രീഡിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനത്തെ കൂടുതൽ പ്രഷറിലേക്ക് പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ ഫാർമ സീരീസിൻ്റെ കാര്യം ചോദിക്കാൻ ഇരുന്നതാണ്. ഞാനിപ്പം എല്ലാം കണ്ടില്ല, കുറച്ചൊക്കെ അത് കണ്ടു. അതിൽ തുടക്കത്തിൽ തന്നെ ഒരു ഡോക്ടർ ഈ ഇതുപോലെ ഈ സ്വന്തം അമ്മയുടെ മരണാനന്തര ചടങ്ങ് പോലും സ്പോൺസർ ചെയ്യിപ്പിക്കുന്ന, മരുന്ന് കമ്പനിയെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കുള്ളൊരു ഇതാണ്. അപ്പോൾ അത് തീർച്ചയായും ഇതൊക്കെ വലിയ രീതിയിൽ ദോഷം ചെയ്യാറുണ്ട്. അപ്പോൾ ജോസഫ് എന്ന സിനിമ തന്നെ നമ്മുടെ അവയവദാനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പം ഈ ഫാർമ പോലുള്ള സീരീസുകൾ ആൾക്കാരുടെ ഇത്ര ആശങ്ക ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കും. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് IMA പോലിപ്പം IMA കൊച്ചിൻ്റെ സെക്രട്ടറി ആണല്ലേ? അതെ. അപ്പോൾ ഈ IMA പോലുള്ള കൂട്ടായ്മകളൊക്കെ ഇതിനെതിരെ ഡോക്ടേഴ്സിനെ ബോധവൽക്കരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട്? IMAയുടെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പീനിയനിൽ ഇത് കാരണം ഇത് ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതിനൊരു പരിധി ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ കൂടുതലും ഇത് നിയമം വഴി ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് കമ്പനികളിൽ നിന്ന് എടുക്കുന്ന ബെനിഫിറ്റ്സും ഇംപ്ലാന്റ് കമ്പനികളിൽ നിന്ന് എടുക്കുന്ന ബെനിഫിറ്റ്സൊക്കെ നിയമം വഴി അതിനെ നിരോധിക്കുക അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതുമാണ് കൂടുതലും പറ്റുന്നത്. ഈ അസോസിയേഷൻ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും അതേപോലെ KGMOയും KGMCTയും ഡോക്ടർമാരായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസോസിയേഷനുകളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും അത് നിയമം വഴി ആക്കുമ്പോഴാണ് കുറച്ചുകൂടി അതിനൊരു ലോ എൻഫോഴ്സ്മെൻറ്റ് വരുമ്പോൾ എവരി വൺ വിൽ ബി ബൗണ്ട് ടു ഡു ദാറ്റ്. അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്കും വിശ്വാസം വരും. ഇപ്പോൾ ഈ ഫാർമസ്യൂട്ടിക്സ് കാണിക്കുന്ന കുറച്ച് തോട്ട്സാണ് ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ ഒരു ബേസിക് റീസൺ. കാരണം എല്ലാവരും അങ്ങനെ ആണെന്ന് ചിന്തിച്ചിട്ടാണ് പലപ്പോഴും ആൾക്കാർ ഡബിൾ മൈൻഡിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്നതും ഈ ആക്രമണങ്ങൾ നടക്കുന്നതും ഈ രോഗി ഡോക്ടർ ബന്ധം നഷ്ടപ്പെടുന്നതൊക്കെ. അപ്പോൾ അതിലൊരു ബോധവൽക്കരണം, ആ സീരീസ് ഒരു ബോധവൽക്കരണമാണെന്ന് ഞാൻ വ്യക്തിപരമായി അഭിപ്രായപ്പെടുന്നില്ല. അതിൽ കുറച്ച് പോയിൻറ്റ്സൊക്കെ ശരിയാണ്, കുറച്ചൊക്കെ എക്സാഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഒരുപാട് എക്സാഗ്രേറ്റഡ് ആകുമ്പോൾ ആൾക്കാർ അതിനൊരു മീഡിയം ഓഫ്, അതൊരു സിനിമ പോലെ നമ്മൾ കണ്ടാൽ മതി. എങ്കിൽ അതിന് ഉള്ളിൽ ചില കാര്യങ്ങൾ അവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ശരിയില്ല, അതിൽ ശരിയും തെറ്റുമുണ്ട്. അത് നമുക്ക് ആൾക്കാർക്ക് രോഗിക്കും ഡോക്ടറിനും ബോധവൽക്കരണത്തിലൂടെ അത് മാറ്റാൻ കഴിയുന്നതാണെന്ന് തോന്നുന്നു. അസോസിയേഷൻ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടുതലും നിയമപരമായി അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു റെമഡി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഈ ഓർത്തോപെഡിക്സിൽ വന്നാൽ
ഈ ഒരുപാട് മറ്റ് മരുന്നുകൾ മാത്രമല്ലല്ലോ, മറ്റൊരുപാട് വസ്തുക്കളൊക്കെ ശരീരത്തിനുള്ളിൽ ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം റോഡ്, അല്ലെങ്കിൽ പ്ലേറ്റ്, സ്ക്രൂ, കെവയർ. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ ഒരു രോഗിക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അവന് പ്രത്യേകിച്ച് വലിയ ഹാമൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ഇരിക്കട്ടെ, അവൻ്റെ ബെല്ലിനൊക്കെ ഇച്ചിരി ബലമൊക്കെ കിട്ടട്ടെ, നമുക്ക് പൈസയും കിട്ടുമല്ലോ എന്ന് കരുതി അനാവശ്യമായിട്ട് ഇത്തരം ട്രീറ്റ്മെൻറ്റിലൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ പ്രവണത വരാറില്ലേ? അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടത് ഇടുന്ന പോലെ തന്നെ വലിയൊരു സർജറിയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു 60 വയസ്സുള്ള ആൾക്ക് നമ്മളത് റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ എടുക്കുന്നതിനെക്കാട്ടൊരു ബെറ്റർ. പിന്നെ ഇപ്പോൾ വരുന്ന പല ഇംപ്ലാന്റുകളും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനേർട്ടായിട്ടുള്ള മെറ്റൽസ് ഉപയോഗിച്ചുള്ള ഇംപ്ലാന്റാണ് ഉപയോഗിക്കുന്നത്. ക്രോമിയം, അതായത് നീ റീപ്ലേസ്മെൻറ്റ് ക്രോമിയം അലോയാണ് ഉപയോഗിക്കുന്നത്. ഈ അല്ലാതെ വരുന്ന പ്ലേറ്റ് സ്ക്രൂവിലും ടൈറ്റാനിയാണ്. അത് അവിടെ കിടന്നതുകൊണ്ട് മറ്റ് റിയാക്ഷൻസ് ഉണ്ടാവാത്തതുകൊണ്ടാണ് പലപ്പോഴും അത് റീറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ആൾക്കാർക്ക് പുതിയതായിട്ട് ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇടുന്നതിൻ്റെ എണ്ണം ഒട്ടുമില്ല എന്നല്ല പറയാം. പക്ഷേ മെജോറിറ്റി ഓഫ് ദ കേസിൽ ഇൻഡിക്കേറ്റഡ് ആയിട്ട് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് പ്ലേറ്റും സ്ക്രൂവും ഇടേണ്ട കണ്ടീഷനിൽ ഫ്രാക്ചർ ഓഫ് നെസസിറ്റി എന്ന് പറയും. നമ്മൾ തന്നെ നമ്മുടെ ഒരു മെമ്പറിൻ്റെ കുട്ടിക്ക് അടുത്തൊരു സർജറി ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ ഫ്രാക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഫ്രാക്ചർ ഓഫ് നെസസിറ്റി എന്ന് പറയും. അത് ഇതല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. അത് പെട്ടെന്നല്ല അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുക അത് ചെയ്തില്ലെങ്കിൽ. പലപ്പോഴും അതിന് പ്ലേറ്റ് സ്ക്രൂ ഇട്ട് ട്രീറ്റ് ചെയ്താൽ തന്നെ ആയിരിക്കും അതിൻ്റെ ലോങ് ടേം റിസൾട്ട് ബെറ്റർ ആയിട്ട് വരാം. അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ വിചാരിക്കും ഇത് ഫോഴ്സ് ചെയ്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, അതിനൊരു ക്ലിനിക്കൽ ഇൻഡിക്കേഷൻ ഉണ്ടാവും. അത് ചിലപ്പോൾ എക്സ്റേ കാണുന്ന നമുക്ക് ചിലപ്പോൾ തോന്നണമെന്നില്ല. അതിനെപ്പറ്റി സയൻറ്റിഫിക്കായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ ആ ഇംപ്ലാന്റിൻ്റെ ആവശ്യകത മനസ്സിലാവത്തുള്ളൂ. അതിൻ്റെ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റീവ് തിരിച്ചറിഞ്ഞിട്ട് അതിനെ കൃത്യമായിട്ട് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ചില ഈ സർജറികളൊക്കെ അനാവശ്യമാണോ എന്നുള്ളൊരു സംശയം ആൾക്കാർക്ക് പൊതുവേ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു അനുഭവം പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കൈക്കൊരു ഒടിവ് വന്നപ്പം ഒരു ചെറിയ പട്ടണത്തിലൊരു സാധാരണ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് അവിടെ സർജറി വേണമെന്ന് പറഞ്ഞു. പുള്ളി അത് തിരുവനന്തപുരം നഗരത്തിലെ ഒരു വലിയ ഒരു അസ്ഥിരോഗ ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ സർജറി വേണ്ട എന്ന രീതിയിൽ അത് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ് ഈ രംഗമായിട്ട്. അതായത് ഡോക്ടർമാർ അനാവശ്യമായിട്ട് സർജറി ചെയ്യുന്നു, സർജറി വേണ്ടാത്ത കാര്യത്തിനും സർജറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അത് കൂടുതലും ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രാക്ചർ ഓഫ് നെസസിറ്റി എന്ന് പറഞ്ഞാൽ 100% സർജറി ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ അല്ലാത്ത സർജറികളുണ്ട്. അതായത് ഒരു ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നോ അയാളുടെ പേഴ്സണൽ ചോയ്സസും, അതായത് പേഴ്സണൽ ചോയ്സ് എന്ന് ഉദ്ദേശിച്ചത് വിത്ത് എക്സ്പീരിയൻസ് അയാൾ ആർജിക്കുന്ന കുറേ ഇൻഫർമേഷനുണ്ട്. അപ്പോൾ അത് ഒരു 10-20 വർഷം പ്രാക്ടീസ് ചെയ്ത ഡോക്ടറിന് അത് അയാൾ പ്രാക്ടീസിലൂടെ മനസ്സിലാവും. ഇത് ഫ്രാക്ചർ ഓഫ് നെസസിറ്റി ഒഴിച്ചിട്ടുള്ള ഫ്രാക്ചറിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. അതായത് ഒരു 50% ചെയ്താൽ നന്നാവും, 50% ചെയ്തില്ലെങ്കിലും ഓക്കെ ആവും എന്നുള്ള രീതിയിലുള്ള ഫ്രാക്ചറുകൾ. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓർത്തോപെഡീഷ്യൻ്റെ അഭിപ്രായം ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒരു പുതിയതായിട്ട് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ഒരു പക്ഷേ എക്സ്പീരിയൻസിലൂടെ അയാൾക്ക് അതിനൊരു കൺഫർമേഷൻ പറയാൻ പറ്റണം എന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് മനസ്സിലാവുന്നു തോന്നും. കാരണം അത് സർജറി ചെയ്യണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചിലപ്പം അയാൾക്ക് ഫുൾ കോൺഫിഡൻസ് പറയാൻ പറ്റും സർജറി വേണ്ട, ഇത് അല്ലാതെ ട്രീറ്റ് ചെയ്താലും ശരിയാവുന്നത്. കാരണം ഒരു 20-30 വർഷം പ്രാക്ടീസിലൂടെ ഇത് പുള്ളി ഒരുപാട് രോഗികളെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു വർഷം പ്രാക്ടീസ് കഴിഞ്ഞ ആളാണെങ്കിൽ ചിലപ്പോൾ അയാളൊരു കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ അയാൾ മേ ബി ഒരു സെക്കൻഡ് ഓപ്ഷന് വേണ്ടി റെഫർ ചെയ്തതാവാം താങ്കൾ പറഞ്ഞ എക്സാമ്പിൾ. അപ്പോൾ അത് പലപ്പോഴും ആൾക്കാരിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. 2 ഡോക്ടർമാർ 2 അഭിപ്രായം പറഞ്ഞു എന്നാണ്. അത് ഈ ഫ്രാക്ചർ ഓഫ് നെസസിറ്റി ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഓരോ ഡോക്ടർമാരും അവരവരുടേതായ പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യുന്നത്. അത് എക്സ്പീരിയൻസിൽ നിന്നും പിന്നെ ആ വരുന്ന ക്രൗഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിപ്പോൾ അവരെന്ത് ടൈപ്പ് ജോലികളാണ് കൂടുതൽ ചെയ്യുന്നത്, അല്ല അവർക്ക് ഭാവിയിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ അവരെ കേപ്പബിൾ ആക്കി എടുക്കണം, അങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്ത് വരുമ്പോഴാണ് ഈ 2 ചോയ്സസ് വരുന്നത്. അപ്പോൾ അത് 2 പേരുടെ ഒപ്പീനിയൻ ഡിഫറെൻ്റ് ആവുന്നത് ഇങ്ങനത്തെ ഉള്ള ഫ്രാക്ചറുകളാണ്. ഇപ്പോൾ ഫ്രാക്ചർ ഓഫ് നെസസിറ്റി അല്ലെ ഓപ്പൺ ഫ്രാക്ചർ, ജോയിൻറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഫ്രാക്ചർ, അതിനൊക്കെ സർജറി തന്നെയാണ് 100%. പിന്നെ മറ്റുള്ള ടൈപ്പ് ഓഫ് ഫ്രാക്ചറുകൾക്ക് ഇങ്ങനൊരു കൺഫ്യൂഷൻ വരാൻ കാരണം ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെയും തമ്മിലുള്ള അവരുടെ ഒരു പ്രോട്ടോകോൾ ഡിഫറൻസ് ആണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ ഒരു ഹോസ്പിറ്റൽ ചിലപ്പം ഈ ഓരോ സർജറി ചെയ്യുന്നതിൻ്റെ ബേസിസിലോ ആയിരിക്കും, ചിലപ്പം കമ്മീഷൻ ബേസ് സാലറി ആയിരിക്കാം. പക്ഷേ ഒരു ഉയർന്ന ഹോസ്പിറ്റലിൽ ചിലപ്പം
മാസം തോറും ഫിക്സഡ് ആയിട്ടുള്ളൊരു സാലറി ആയിരിക്കാം. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വല്ലതും ഇത്തരം കാര്യങ്ങളെ ബാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പല ഹോസ്പിറ്റലിലും ഒരു ഫിക്സഡ് സാലറി ഇല്ല. ചില ഹോസ്പിറ്റലിലാണെങ്കിൽ കട്ട് ബേസിസ് ആയിരിക്കും. അപ്പോൾ ഈവൻ ഒരു സാധാരണ എല്ലാവരും മനുഷ്യരാണല്ലോ ബേസിക്കലി. അപ്പോൾ ഒരു 50% ചാൻസ് ഉള്ളതാണെങ്കിലും അങ്ങനെ നേരത്തെ പറഞ്ഞ ആ ഗ്രീഡ് കൂട്ടത്തിലുള്ള ഗ്രീഡ് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മേ ബി ദേ വിൽ ബി ബയസ് ടു ഡു ദി സർജറി. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ കൂടായികയില്ല. ബട്ട് സ്റ്റിൽ ഈ ഡോക്ടറിനെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഇൻ ദാറ്റ് ഡോക്ടർ, ആ ഡോക്ടറിനെ പറ്റി എന്തായാലും മുമ്പ് ചികിത്സിച്ചവരുടെ ഒരു റെഫറൻസ് ഉണ്ടാവുമല്ലോ പലപ്പോഴും. അപ്പോൾ അങ്ങനെ അല്ല 100% ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് സമൂഹത്തിൽ നല്ലതും ചീത്തയും ഉള്ളെന്ന് പറഞ്ഞ പോലെ ഡോക്ടർമാരുടെ ഇടയിൽ നല്ലതും ചീത്തയും ഉണ്ടെന്ന് തന്നെ ഞാൻ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടിപ്പാറുണ്ട്. ഏത് വിഷയങ്ങളിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആൾക്കാർ തേടാറുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സെക്കൻഡ് ഒപ്പീനിയൻ അതൊരു പേഴ്സണൽ ചോയ്സാണ്. അതിനെ രണ്ട് രീതിയിൽ പറയാം. അത് എനിക്ക് വരാറുള്ള സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, ഞാൻ എറണാകുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ കൊല്ലത്തുള്ള ഒരാൾ എനിക്ക് ഒരു എക്സ്റേ അയച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ഇത് ഡോക്ടർ സർജറി പറഞ്ഞു, എനിക്ക് എന്താണ് ചെയ്യേണ്ടത്. അത് ആക്ച്വലി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ല. അത് വാട്സാപ്പിൽ ഒരു MRI റിപ്പോർട്ട് അയച്ചിട്ട് ഇതിന് സർജറി പറഞ്ഞു, ഇതിന് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ല. നിങ്ങളെ മറ്റൊരു ഡോക്ടറെ നേരിട്ട് കണ്ട് ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് അതിനൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എപ്പോഴും രണ്ട് ഡോക്ടർമാരുടെ ചികിത്സ രീതികളിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായേക്കാം. അത് ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ സെക്കൻഡ് ഒപ്പീനിയൻ ബൈ ടേക്കിംഗ് ഓൺലി ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതായത് ഫേസ്ബുക്കിലൊരു മെസ്സേജ് അയക്കുക, വാട്സാപ്പിലൊരു MRI റിപ്പോർട്ട് അയക്കുക, എന്നിട്ട് ഇതിനെന്താ ഡോക്ടറെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ സെക്കൻഡ് ഒപ്പീനിയൻ ആവില്ല. അത് ആ റിപ്പോർട്ട് മാത്രമല്ലല്ലോ നമ്മൾ ചികിത്സിക്കുന്ന രോഗിയാണ്, അല്ലെങ്കിൽ രോഗാവസ്ഥയാണ്. അപ്പോൾ ആ രോഗാവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഒരാൾ പറയുന്ന അഭിപ്രായത്തോളം ഒരിക്കലും ഫോണിലോ വാട്സാപ്പിലോ വരുന്നൊരു സെക്കൻഡ് ഒപ്പീനിയന് ആ ഒരു എവിഡൻസ് ബേസ് ഉണ്ടാവില്ല. പിന്നെ വേറെ ഡോക്ടറെ കണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ അത് ഇപ്പോൾ വലിയ ഒരു സർജറികൾ, അത് നമ്മുടെ സാമ്പത്തികത്തെ തന്നെ ബാധിക്കുന്ന, പലരുടെയും സാമ്പത്തിക ചുറ്റുപാടുകളെ ബാധിക്കുന്നതാണെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ എടുക്കുന്നതിൽ തെറ്റില്ല. അത് നേരിട്ട് ഡോക്ടറെ പോയി കണ്ട്, അത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ സോക്കുള്ള ഒരു റെഫറൻസിൽ നമ്മുടെ ഇതിലറിയാമല്ലോ, ഒരു ഡോക്ടർ നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ കണ്ടു, അവർക്ക് ബെറ്റർ ഒരു ഔട്ട്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ അടുത്തൊരു സെക്കൻഡ് ഒപ്പീനിയൻ നേരിട്ട് പോയി കണ്ടിരിക്കുന്നുണ്ട്, തെറ്റില്ല. അതൊരു പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഈ വാട്സാപ്പ്, ഫേസ്ബുക്ക് വഴിയുള്ള ഓൺലൈൻ കൺസൾട്ടേഷന് എതിരാണ്. ഞാനത് പല ഹോസ്പിറ്റലുകളും ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ ഓൺലൈൻ വഴി സെക്കൻഡ് ഒപ്പീനിയൻ കൊടുക്കുന്നത് അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. അതിലൂടെ നമുക്ക് ക്ലിനിക്കൽ ഫൈൻഡിങ് ഉണ്ടാവില്ല ഒരിക്കലും. ഒരു MRI റിപ്പോർട്ട് മാത്രമോ അല്ലെങ്കിൽ ഒരു എക്സ്റേ റിപ്പോർട്ട് മാത്രമോ വെച്ചിട്ട് അതിനെപ്പറ്റി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പറയുന്നത് ആ അസുഖത്തെ ഡയഗ്നോസിസിന് പൂർണ്ണമായും കിട്ടാതുള്ളൊരു സെക്കൻഡ് ഒപ്പീനിയൻ ആയിരിക്കും. അത് തീർച്ചയായിട്ടും തെറ്റാണ്. രണ്ടാമതൊരു ഡോക്ടറെ അടുത്ത് പോകുന്നതുകൊണ്ട് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സായിട്ട് തന്നെ കണക്കാക്കാം. ഈ മെഡിക്കൽ കമ്പനികളും അതേപോലെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഈ ഫാർമാസ്യൂട്ടിക്സിലും മെഡിക്കൽ മരുന്ന് കമ്പനികളും അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു അവിശുദ്ധമായൊരു കൂട്ടുകെട്ട് അത് ഈ ഫാർമാസ്യൂട്ടിക്സിലും ഒക്കെ അത് വരുന്നൊരു സാധനമാണ്. ഇപ്പം ഡോക്ടർ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ, സ്പ്രിംഗ്ഫീൽഡ് KMC എറണാകുളം അല്ലേ, അതുകൊണ്ട് തന്നെ ഒരു മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അത്തരം സമ്മർദ്ദങ്ങളൊക്കെ എങ്ങനെ അത് ഡീൽ ചെയ്യും, അതിലെങ്ങനെ എത്തിക്സും ബിസിനസ്സും കൂടെ ഇടകലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും? അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ഇതിനെ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യുക. നമ്മളുടെ വരുമാനം എന്നത് കവിഞ്ഞ് ഒരു അമിതമായ ധനത്തിന് വേണ്ടിയുള്ള ശ്രമം ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ പറ്റും. കാരണം നമ്മൾ WHO ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് WHO GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള മരുന്നുകൾ മാത്രം. അത് നമ്മൾ മാർജിൻ നോക്കാറില്ല. പലപ്പോഴും മാർജിൻ നോക്കി എടുക്കുമ്പോഴാണ്, അതായത് മരുന്ന് ഇപ്പോൾ ഒരു മരുന്ന് വാങ്ങുമ്പോൾ 30% മാർജിനാണ്, വേറൊരു മരുന്ന് 50% മാർജിനാണ്. പക്ഷെ അതിനെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് ആ ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ മരുന്നിൻ്റെ മാർജിനപ്പുറം ഇതിൻ്റെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, അതായത് WHO GMP ആണ് അത് ഹയസ്റ്റ് അതോറിറ്റി, നമുക്ക് സർട്ടിഫിക്കറ്റ് വിശ്വസിക്കാവുന്നു. അപ്പോൾ അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള മരുന്നുകൾ മാത്രം എടുക്കുന്നതിലൂടെ നമ്മൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ
ഡെഫിനറ്റ്ലി സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് മാർജിനും കുറവായിരിക്കും. ബട്ട് അതിനെ ബിസിനസ്സിലൂടെ എങ്ങനെ നേരിടാം എന്ന് നമ്മൾ കണ്ടെത്തുന്നതിലാണ് നമ്മൾ ബിസിനസ്സിൻ്റെ സക്സസ് ഇരിക്കുന്നത്. റദർ ദാൻ മാർജിൻ കൂട്ടി ക്വാളിറ്റി കുറഞ്ഞൊരു മരുന്ന് വിൽക്കുന്നതിലും സർട്ടിഫൈഡ് ആയ ഒരു മരുന്ന് കൊടുത്ത് ആൾക്കാർക്ക് ഗുഡ് റിസൾട്ട് ഉണ്ടാക്കി അതിലൂടെ പേഷ്യൻസിനെ ബിൽഡ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഓഫ് ബിസിനസ്. മരുന്നിൻ്റെ ക്വാളിറ്റി പരിഗണിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ജനറിക് മെഡിസിനുകൾ നമുക്ക് രോഗികൾക്ക് കൊടുക്കുന്നതിനെ പറ്റി എന്താണ് ഡോക്ടർ അഭിപ്രായം? ജനറിക് മരുന്നുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അങ്ങനെ ബ്രാൻഡ് നെയിം ഇല്ലാതെ ഒരു പേരിൽ വരുന്ന മരുന്നാണ്. അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇഫ് ഇറ്റ് ഈസ് സർട്ടിഫൈഡ് ജനറിക് മരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ പ്രാക്ടീസിൽ കണ്ടിട്ടുള്ളത് എല്ലാ ജനറിക് മരുന്നുകളും സർട്ടിഫൈഡ് അല്ല. സർട്ടിഫൈഡ് ആയിട്ടുള്ളതും ഉണ്ട്, സർട്ടിഫൈഡ് അല്ലാത്തതും ഉണ്ട്. അപ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ജനറിക് മരുന്നുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ എല്ലാം വരുന്ന ഒരു പോയിന്റ് ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റാണ്. വില കൂടുന്നത് കൊണ്ട് ക്വാളിറ്റി കൂടണമെന്നില്ല, വില കൂടിയതുകൊണ്ട് ക്വാളിറ്റി കുറയണം, വില കുറഞ്ഞത് കൊണ്ട് ക്വാളിറ്റി കുറയണമെന്നില്ല. അത് ഡിപ്പെൻസ് ആ മോളിക്യൂളിൻ്റെ വില അനുസരിച്ചിരിക്കും. അപ്പോൾ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കൂടുതലും ഡോക്ടർമാരിപ്പോൾ ഒരു പാരസെറ്റമോൾ എന്ന് തന്നെ എഴുതിയ ജനറിക് മരുന്നും കൊടുക്കാൻ പറ്റും, ബ്രാൻഡഡ് ആയിട്ടുള്ള മരുന്നും കൊടുക്കാൻ പറ്റും. പക്ഷേ അതിൽ 500 mg എഴുതിയ 500 mg ഉണ്ടോ എന്നുള്ളത് സർട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിരിക്കും. ഈ ജനറിക് എന്ന് പറഞ്ഞും ഈ പറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ മരുന്നുകൾ ഇറങ്ങുന്നുണ്ട് ജനറിക് എന്നുള്ള പേരിൽ. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് അതിൻ്റെ സിസ്റ്റമാണ് അത് ആക്ച്വലി ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്. അപ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ജനറിക്ക് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ ചില ഫാർമസികൾ ജനറിക്ക് മാത്രം വളരെ തുച്ഛമായ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെൽമിസാർട്ടൻ എന്ന് പറഞ്ഞ പ്രഷറിന് കൊടുക്കുന്ന ഒരു മോളിക്യൂൾ, അത് വളരെ വർഷത്തെ റിസർച്ചിന് ശേഷം വന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസർച്ചിൻ്റെ അവർക്ക് ചിലവായതും ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനും എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. പക്ഷേ സർപ്രൈസിംഗ്ലി ഈ ടെൽമിസാർട്ടൻ തന്നെ വളരെ തുച്ഛമായ പൈസയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം ടെൽമിസാർട്ടൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിലെ പല വിഷയങ്ങളും കൂടുതലും അത് പൊളിറ്റിക്കലിയുള്ള വിഷയങ്ങളാണ്, സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ്, സയൻറ്റിഫിക്കായ ഒരു വിഷയമല്ല. നമുക്കിനി മറ്റൊരു മേഖലയിലേക്ക് പോയാൽ ഈ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവരുടെ അപകട സമയങ്ങളിലെല്ലാം ഉപകാരപ്പെടുന്നത് മോഡേൺ മെഡിസിൻ തന്നെയാണ്. എങ്കിൽ പോലും മോഡേൺ മെഡിസിൻ എപ്പോഴും ഇതേപോലെ ഒരു പൈശാചികത അല്ലെങ്കിൽ ഇതേപോലെ ഈ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബിസിനസ് ഇങ്ങനെയൊക്കെയുള്ളൊരു കണ്ണിലൂടെ കാണുമ്പോൾ മറുസൈഡിൽ നാട്ടുവൈദ്യം എന്ന് പറയുമ്പം ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു നന്ദുണിയും വീണയും തുടികൊട്ടും ഒരു നന്മമരമാണ് നാട്ടുവൈദ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ ഈ നാട്ടുവൈദ്യങ്ങൾ ഈ അസ്ഥിരോഗവുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാണ്. തിരക്കേറിയ ജംഗ്ഷനിൽ പോലും കുറച്ച് എണ്ണയും മറ്റു കാര്യങ്ങളുമായിട്ടിരുന്ന് വർഷങ്ങളായിട്ടുള്ള മുട്ടുവേദനയൊക്കെ 1 മിനിറ്റ് കൊണ്ട് മാറ്റി കൊടുക്കുന്ന ഒരുപാട് വൈദ്യന്മാർ നമ്മുടെ നാട്ടിൽ ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പോൾ ഈ നാട്ടുവൈദ്യങ്ങൾ ഈ പ്രത്യേകിച്ചും ഇതിനൊക്കെ തടവിയും ഒക്കെ ശരിയാക്കുന്ന ഇത്തരം വൈദ്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത? അതിനെ ശാസ്ത്രം എന്ന് വിളിക്കാമോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇത് യാതൊരു വിധമായ നമ്മളിപ്പോൾ റോഡിൽ കാണുന്ന എണ്ണയുടെ കണ്ടൻറ്റ് നോക്കിയാൽ അതിലൊരു കണ്ടൻറ്റ് പോലും ഉണ്ടാവില്ല. മീൻസ് നമ്മൾ മോഡേൺ മെഡിസിനിലൊരു മെഡിസിനോ ഓയിലോ അല്ലെങ്കിൽ ഒരു കഫ് സിറപ്പോ വാങ്ങിയാൽ അതിൻ്റെ കണ്ടൻസ് കൃത്യമായിട്ട് ഏതൊക്കെ മോളിക്യൂൾ എത്ര mg എന്നുള്ളത് കൃത്യമായിട്ട് അതിലുണ്ടാവും. ഈ കിട്ടുന്ന സാധനത്തിലൊന്നും ആ സാധനം ഇല്ല. അപ്പോൾ നമുക്കതിൽ എങ്ങനെ വിശ്വസിക്കാം? അങ്ങനെ ഒരു സാധനത്തിനകത്ത് അവരെന്താണ് കലക്കിയെന്ന് പോലും അറിയാതെ നമുക്കതിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഈ ഓർത്തോപീഡിക്സിൽ സ്പെസിഫിക്കായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാരുടെ വിചാരം തട്ടൽ മുട്ടൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് വൈദ്യൻ്റെ അടുത്ത് പോകുന്നതാണ് അതിൻ്റെ എല്ലാവരുടെയും മനസ്സിൽ ഉറച്ചു പോയ എന്തോ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാട്ടുവൈദ്യം ആണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ. അതിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും ഈ നാട്ടുവൈദ്യത്തിൽ പോയിട്ട്, അതായത് നമ്മൾ ഫ്രാക്ചറുകൾ ഉണ്ടാകുമ്പോൾ എല്ല് പുറത്ത് വരുന്നൊരവസ്ഥയുണ്ട്, അതിനെ ഓപ്പൺ ഫ്രാക്ചർ എന്നാണ് പറയാം. ഇപ്പോൾ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 അങ്ങനെ ഗെസ്ലോ ആൻഡേഴ്സൺ ഒരു ക്ലാസിഫിക്കേഷൻ 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഈ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായ ഒരു ഇഞ്ചുറി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ചിലപ്പോൾ ഒരു നാട്ടുവൈദ്യത്തിൽ പോയാൽ അവരത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. അത് എമർജൻസി സർജറി വേണ്ടുന്ന ഒരു കണ്ടീഷനുമാണ് ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ. അത് തുറന്ന് എല്ല് പുറത്ത് വന്ന ഭാഗം ക്ലീൻ ചെയ്യുന്നതാണ്.
പിന്നെ ഈ നാട്ടുവൈദ്യത്തിൽ വേറൊരു കാര്യം, അവർ എല്ലിനെ മാത്രമാണ് ചികിത്സിക്കുന്നത്. എല്ല് പൊട്ടൽ ഒരിക്കലും എല്ലിൻ്റെ മാത്രം പൊട്ടലല്ല, അത് അതിൻ്റെ ചുറ്റുമുള്ള സോഫ്റ്റ് ടിഷ്യൂ, ലിഗമെൻ്റ്, കാർട്ടിലേജ്, ഇതിനെല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു ഇഞ്ചുറിയാണ്. അതിൽ നമ്മൾ എക്സ്റേയിൽ ഫ്രാക്ചറായിട്ട് കാണുന്നുണ്ടെങ്കിലും അതിന് ചുറ്റുമുള്ള മറ്റ് അവയവങ്ങളുടെ ഡാമേജ് കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഓർത്തോപെഡിക്സിൽ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നാട്ടുവൈദ്യത്തിൽ ആ ഒരു ആസ്പെക്റ്റ് ഇല്ല. അവർ എല്ലെങ്ങനെയെങ്കിലും നേരെയാക്കുക, ഏത് രീതിയിലെങ്കിലും വലിക്കുക. അതായത് ഇപ്പോൾ ഒരു ഷാർപ്പ് എഡ്ജ് ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലിൻ്റെ അറ്റത്തിന് എപ്പോഴും ഷാർപ്പായിരിക്കും. ഇപ്പം നമ്മുടെ രക്തക്കുഴലിൻ്റെ അടുത്തിരിക്കുകയാണെങ്കിൽ അത് വലിക്കുന്ന ഡയറക്ഷൻ എന്തെങ്കിലും തെറ്റാണെങ്കിൽ അത് ഈ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കും. അതുപോലെ ടെൻഡൻ, കാർട്ടിലേജ് അങ്ങനെ ഷാർപ്പായിട്ടുള്ളതിൽ കൊണ്ട് മുറിയുന്നതൊക്കെ പലപ്പോഴും ഈ നാട്ടുവൈദ്യത്തിൽ ആ ഒരു അസിസ്റ്റൻസ് ഇല്ലാതാണ് ചെയ്യുന്നത്. ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CM ഗൈഡഡ് ആയിട്ടാണ്. അതായത് ഒരു ഫ്ലൂറോസ്കോപ്പിക് എക്സ്റേ മെഷീൻ വഴി, അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രാക്ചർ, സാധാരണ അല്ല, കോംപ്ലിക്കേറ്റഡ് ഉള്ള ഫ്രാക്ചർ നമുക്ക് കണ്ടിന്യൂസ്ലി കാണാം. ആ ഫ്രാക്ചറിൻ്റെ മൂവ്മെൻറ്റ് അത് കണ്ടുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അത് പ്രോപ്പർ പൊസിഷനിലാണ്. ഇപ്പോൾ നാട്ടുവൈദ്യത്തിൽ പോയാൽ ഈ പറഞ്ഞ പോലെ വലിച്ചതിടുമ്പോൾ മോർ ദാൻ ഗുഡ് ഇറ്റ് ക്യാൻ ഹാം അതർ തിങ്സ്. ബിക്കോസ് അവിടെ ഫ്രാക്ചറിനെ ഒരിക്കലും ഒരു ശരീരത്തിൻ്റെ മൊത്തത്തിലൊരു ഇഞ്ചുറി ആയിട്ടല്ല, എല്ലിൻ്റെ മാത്രം പൊട്ടലായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അതാണ് അതിൽ ഏറ്റവും അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പാർട്ട്. അന്ന് ചുറ്റും നമ്മളെ കാലെന്ന് പറഞ്ഞാൽ അത് എല്ല് മാത്രമല്ലല്ലോ, അതിൻ്റെ ചുറ്റും മസിലുണ്ട്, രക്തക്കൊഴലുകളുണ്ട്, ടെൻഡൻസ് ഉണ്ട്, പെരിയോസ്റ്റിയം ഉണ്ട്. എല്ലിനെ കവർ ചെയ്യുന്ന ഒരു പാട പോലത്തെ ഭാഗമാണ് പെരിയോസ്റ്റിയം. അങ്ങനെ പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് ആണ് മോഡേൺ മെഡിസിൻ ചെയ്യുന്നത്. പക്ഷേ നാട്ടുവൈദ്യത്തെ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത് അസ്ഥി എങ്ങനെയെങ്കിലും നേരെയാക്കുക, അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ള സ്ട്രക്ചറിനെ കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് അത് സയൻറ്റിഫിക് ആവുന്നത്. നാട്ടുവൈദ്യത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് അംഗീകാരത്തോടുള്ള ആയുർവേദത്തിലും ഒരുപക്ഷെ ഇതൊക്കെ തന്നെയാകും ഈ അസ്ഥിരോഗ സംബന്ധമായ ചികിത്സ. പലപ്പോഴും തടവലും പിഴിയിലുമൊക്കെ ആണല്ലോ. അപ്പോൾ അതും യഥാർത്ഥത്തിൽ ദോഷം ചെയ്യുകയില്ലേ? തീർച്ചയായിട്ടും. അതിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ 14 വയസ്സുള്ള ഒരു കുട്ടി എൽബോ ഫ്രാക്ചറായിട്ട് വന്നതാണ്. അതിനെ നമ്മൾ സർജറി ചെയ്തു, നേരെയാക്കി 6 വീക്സ് കഴിഞ്ഞ് പ്ലാസ്റ്റർ ഊരി വിട്ടു. അതൊരു 3 മാസം കഴിഞ്ഞ് തിരിച്ച് വന്നത് എൽബോയുടെ മൂവ്മെൻറ്റ് ഒരു 5 മുതൽ 10 ഡിഗ്രി മാത്രം മൂവ്മെൻ്റ് ആയിട്ടാണ് വന്നത്. അത് നമ്മൾ എക്സ്റേ എടുത്തപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ചുറ്റുമുള്ള മസിലുകൾ കാൽസിഫൈഡ് ആവുന്നത്. അതിന് മയോസൈറ്റിസ് ഓസിഫിക്കൻസ് എന്ന് പറയും. നമ്മളിപ്പോൾ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ നടക്കുന്ന സ്ട്രീറ്റ് ഡോഗ്സ് ആണെങ്കിലും ക്യാറ്റ്സ് ആണെങ്കിലും അത് ഫ്രാക്ചറായി കുറച്ച് നാൾ നടന്നു കഴിയുമ്പോൾ അത് കാല് പിന്നത് ഒരു നടക്കുന്നത് നോർമലായി നടക്കുന്നതാണ്. അത് പലപ്പോഴും മസിലുകൾ കാൽസിഫൈഡായി മയോസൈറ്റിസ് ഓസിഫിക്കൻസ് വന്ന് ഫ്രാക്ചറിന് ചുറ്റും പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്ന, അത് നേച്ചറിൻ്റെ ഒരു എവല്യൂഷണറി ബോഡിയുടെ ഒരു ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ നമ്മൾക്ക് അതിനേക്കാട്ടിലും അതൊരു ക്രൂഡ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം ഫ്രാക്ചറിനെ ഹീൽ ചെയ്യാനുള്ള. ഈ തടവലും തിരുമലും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രിഗർ ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ കുട്ടിക്ക് നമ്മൾ ഹിസ്റ്ററി പിന്നെ എടുത്തപ്പോഴാണ് നമ്മൾ പ്ലാസ്റ്റർ എടുത്ത് സർജറി ചെയ്ത് കഴിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞിട്ട് അവർ മുറിവെണ്ണ ഇട്ടിട്ട് തടവാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ അത് ആ ഇഞ്ചുറി ഉണ്ടായ ഭാഗത്ത് തടവുന്നതിലൂടെ അവിടുത്തെ മാംസം എല്ലായി മാറുകയും എല്ലിൻ്റെ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കുറയുകയും അത് പിന്നെ 2 സർജറിയിലൂടെയാണ് പിന്നെ അത് തിരിച്ച് ശരിയാക്കാൻ പറ്റുക. കാരണം ആ ഇഞ്ചുറി ഉണ്ടായ ഭാഗത്ത് നമ്മൾ കൂടുതൽ തിരുമുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രീറ്റ് ഡോഗ്സിന് ഒരു ഫ്രാക്ചർ ഉണ്ടായി അവർ നടക്കുമ്പം അവരുടെ ചുറ്റുമുള്ള മസിലിനുണ്ടാകുന്ന സ്റ്റിമുലേഷൻ കാരണമാണ് ഈ മയോസൈറ്റിസ് വരുന്നത്. അപ്പോൾ ഈ തടവുന്നതിലൂടെയും സെയിം ഇഫക്റ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സർജറി ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ അതിന് ട്രിഗർ ചെയ്യുകയാണ്. അത് നമ്മൾ രണ്ടാമത് ചെയ്ത സർജറിയും ഫെയിലർ ആവാനുള്ള റീസൺ ഈ മയോസൈറ്റിസിനെ വീണ്ടും നമ്മൾ ട്രിഗർ ചെയ്തു. അത് വീണ്ടും നമ്മൾ എടുത്തു കളഞ്ഞത് അതേ ഭാഗത്ത് അതേപോലെ തന്നെ വീണ്ടും വന്നു. അത് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് മൂവ്മെൻറ്റായി ഫുള്ളായി പോയതാണ്. അത് പലപ്പോഴും ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആര് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ ചേട്ടൻ, അല്ലെങ്കിൽ ഓട്ടോ ചേട്ടൻ, അല്ലെങ്കിൽ വീട്ടിൽ വന്നൊരു ചേട്ടൻ, ഇവരാരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഈ പറഞ്ഞ തിരുമലും മുറിവെണ്ണയൊക്കെ ചെയ്യുന്നത്. അവർക്ക് എന്ത് സയൻറ്റിഫിക് ബേസിസ് ഉണ്ടെന്നുള്ളത് ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ പ്രവണത ഒഴിവാക്കാൻ പറ്റും. എന്തെങ്കിലും ഉളുക്കോ എന്തെങ്കിലും വന്നാൽ ഉടനെ വൈദ്യൻ്റെ അടുത്ത് പോവുക, തടവുക, അല്ലെങ്കിൽ വൈദ്യൻ്റെ അടുത്ത് പോയില്ലെങ്കിലും വീട്ടിലിരിക്കുന്ന മുറിവെണ്ണയൊക്കെ എടുത്തൊന്ന് തടവുക എന്നുള്ളത് ഒരു ശീലമാണ്, ആൾക്കാരുടെ ഒരു ശീലമാണ്. ഞാൻ ഇപ്പോൾ ഓർത്ത വേറൊരു കാര്യം, ഈ സ്കൂൾ കലാമേള കായികമേളകളൊക്കെ നടക്കുമ്പോഴേ ഈ ജില്ലാ കായികമേള, ജില്ലാ കലോത്സവം, അതേപോലെ സംസ്ഥാന കായികോത്സവം, ഇവിടെയൊക്കെ ഈ മോഡേൺ മെഡിസിൻ്റെയും ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും ഓരോ സ്റ്റാളുകൾ കാണും. ഇപ്പം കലാമേളയിൽ കുഴപ്പമില്ല, കുട്ടികൾ ബോധം കെട്ട് വീഴുക അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഉടനെ അത് ഓടിയെടുത്തുകൊണ്ട് പോയി മോഡേൺ മെഡിസിൻ സ്റ്റാളിലേക്ക് പോകും.
മറ്റേ ഹോമിയോയുടെയും ആയുർവേദത്തിൻ്റെയും സ്റ്റാളിലുള്ള ആൾക്കാർ രാവിലെ വിട്ട് വൈകിട്ട് വരെ ഇങ്ങനെയൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് അവരങ്ങനെ ഇരുന്നോളും, കുഴപ്പമില്ല. പക്ഷേ ഈ കായികമേളയിൽ അങ്ങനെയല്ല. ഇപ്പം ജില്ലാ കായികമേളയിലും ഇപ്പം അതുപോലെ സംസ്ഥാന കായികമേളയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഡോക്ടർ ഉള്ളത് ആയുർവേദ സ്റ്റോളിലാണ്. ഹോമിയോയിലും ഡോക്ടർ കാണും, പക്ഷേ മോഡേൺ മെഡിസിൻ അവിടെ ഡോക്ടർ കാണത്തില്ല, തിരക്കാണല്ലോ. അവിടെ 2-3 നേഴ്സുമാരും പിന്നെ ഒരു ആംബുലൻസ് കാണും. അപ്പോൾ എന്തെങ്കിലും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഗെയിംസിൽ ഒരുപാട് ഇഞ്ചുറികൾ വരാൻ സാധ്യതയുണ്ട്. സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും വന്നാൽ മാത്രമേ ഇത് പെട്ടെന്നെടുത്ത് ആംബുലൻസ് കൊണ്ടുപോകും. അതല്ലാതുള്ള സാധാരണയുള്ള ചെറിയ പ്രശ്നങ്ങൾക്കെല്ലാം ഈ കുട്ടികളെ എടുത്തുകൊണ്ട് അധ്യാപകർ ഓടി വരുന്നത് ഈ ആയുർവേദ സ്റ്റോളിലേക്കാണ്. കാരണം മറ്റേടത്ത് നഴ്സുമാരല്ലേ, ഡോക്ടറില്ല. ഇവിടെ ആകുമ്പോൾ ഡോക്ടർ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ വരും, അവരെന്തോ ഇങ്ങനെ അവിടെ പക്ഷേ തടവത്തൊന്നുമില്ല. കാരണം ഈ സ്പോർട്സിൽ അധ്യാപകർക്ക് സ്പോർട്സ് മെഡിസിനും ഒക്കെ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവർ കുറച്ചും കൂടെയൊക്കെ സയൻറ്റിഫിക്കായിട്ട് ഇത്തരം കാര്യങ്ങളൊരു ബോധമുണ്ട്. പക്ഷേ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കറുത്ത ദ്രാവകം ഇങ്ങനെ തേച്ച് പഞ്ഞിയും കെട്ടി അങ്ങ് വിടും. എല്ലാവർക്കും അതാണ് അവിടെ മരുന്ന്. അപ്പോൾ ആയുർവേദം ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ സ്കൂൾ ഗെയിംസിലൊക്കെ. അത് ഈ എന്താണെന്ന് വല്ല പിടുത്തമുണ്ടോ ഇവർ തേക്കുന്ന ഈ സാധനം? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു എന്ന് എൻ്റെ ഓർമ്മ. ഹോമിയോ മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിലും ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മോഡേൺ മെഡിസിൻ്റെ കാഷ്വാലിറ്റിയിലും പോയി നോക്കിയാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. മോഡേൺ മെഡിസിൻ കാഷ്വാലിറ്റിയിൽ ആരും സമാധാനമായിരിക്കുന്നുണ്ടാവില്ല, കാരണം എല്ലാവരും ബിസി ആയിരിക്കും. ഒരു ഹോമിയോപ്പതിക് ഹോസ്പിറ്റലോ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലോ കാഷ്വാലിറ്റി പോയാൽ ഇത്രയും റിലാക്സ്ഡ് ആയ ആൾക്കാരെ നിങ്ങൾക്ക് മിക്കവാറും മൂവി തിയേറ്ററിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത്രയും ഡിഫറൻസ് ഉണ്ട്. കാരണം ഒരു ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന ഈ എപ്പോഴും ഹോമിയോ ആയുർവേദത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് പോകുന്ന. ഒരു ഹോമിയോ ഡോക്ടറോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറോ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവരും എഴുന്നേറ്റ് പോകും, കൂടുതലുള്ള എഴുന്നേറ്റ് പോകും. അപ്പോൾ ആ ഡിഫറൻസ് ഉള്ള സ്ഥിതിക്ക് ഇങ്ങനെ അക്യൂട്ട് ആക്സിഡൻറ്റുകളിൽ എവിടെ പോകണം എന്നുള്ളത് അത് ലോജിക്ക് മനസ്സിലാക്കി ആൾക്കാർ കൂടുതൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുടെ അത് അവരെ ബാധിക്കും. എനിക്ക് പലപ്പോഴും ഇതൊരു പേഴ്സണായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം അവർ ഈ നല്ല ഓട്ടക്കാരും ചാട്ടക്കാരും ഒക്കെ ഇല്ലേ, അപ്പോൾ അവർക്ക് യഥാർത്ഥ ഒരു സയൻറ്റിഫിക്കായ ട്രീറ്റ്മെൻറ്റ് ഇല്ലേ കിട്ടേണ്ടത്. അവിടെ മോഡേൺ മെഡിസിൻ്റെ അവിടെ നഴ്സുമാരാണ് ഇരിക്കുന്നെങ്കിൽ പോലും ഇവർ യഥാർത്ഥത്തിൽ ആ കുട്ടികൾ അങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ പോകേണ്ടത്. അവിടെ നിന്നാണ് അവർക്ക് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. അത് ആ കുട്ടികൾക്ക് അതിനുള്ളൊരു ബോധവും അധ്യാപകർക്കും ഉണ്ടാവാത്തതിൽ നമുക്ക് പലപ്പോഴും വ്യക്തിപരമായിട്ട് വിഷമം തോന്നാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ആദിവാസി ചികിത്സകളൊക്കെ ഉണ്ട്. ഈ കാലൊക്കെ ഒടിയുന്നതിനൊക്കെ ഈ പച്ചില മരുന്നുകളും അതേപോലെ വേട്ടാവളിയൻ്റെ കൂടും മുട്ടയുടെ വെള്ളയൊക്കെ തേച്ച് വെച്ചിട്ട് എല്ലാം കൂടെ വെച്ച് കമ്പ് വെച്ച് കെട്ടുക. അതേപോലെ നേരത്തെ രാകേഷ് ഡോക്ടർ പറഞ്ഞു ഇടുക്കി തൊടുപുഴ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ കൂടുതൽ ഈ ഒടിവും ചതവൊക്കെ വന്നാൽ നേരെ കമ്പത്തോട്ട് വിടും. കമ്പത്തൊരു ചുരുളിയപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കക്ഷി ഇങ്ങനെ വെച്ച് കെട്ടി റെഡിയാക്കും. ഇപ്പോൾ ചിലവൊക്കെ കുറവുണ്ട്, നല്ലൊരു ആൾക്കാർ അങ്ങോട്ടൊക്കെ പോകാറുണ്ട് ഈ ഒടിവിന് ചതവിനൊക്കെ. അപ്പോൾ ഇങ്ങനെ വെച്ച് കെട്ടൽ അത് ഒരു കണക്കിന് സ്പ്ലിൻറ്റ് പോലെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് ദോഷമുണ്ടോ? അല്ല, ഇങ്ങനെ വെച്ച് കെട്ടുന്ന ആൾക്കാരെ പറ്റി പറയാൻ എനിക്കുള്ളത് ഒരു ഫോട്ടോ കൂടെ എടുത്ത് വെക്കാം. മിക്കവാറും വെട്ടി കുറച്ച് കളയുമ്പോഴത്തേനും അത് മുറിച്ച് കളയേണ്ടി വരും. പിന്നെ കാണാൻ ഫോട്ടോ എങ്കിലും ബാക്കിയുണ്ടാവും. കാരണം ഇത് ഞാൻ തന്നെ 3 പേർക്ക് ആംബുട്ടേഷൻ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലിന് പൊട്ടലുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ പ്രത്യേകിച്ച് നമ്മൾ മുട്ടിന് താഴോട്ടുള്ള സ്ഥലത്ത് സ്പേസ് തീരെ കുറവാണ്. അപ്പോൾ എല്ലിന് പൊട്ടലുണ്ടാകുമ്പോൾ അതിൻ്റെ ചുറ്റും വരുന്ന നീര് വന്നിട്ട് അതിനെ കുടുന്നു കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആ രക്തോട്ടം നിന്നു പോകും. അത് ഈ കമ്പും പച്ചമരുന്ന് ഈ സാധനം എല്ലാം വെച്ച് കിട്ടിയാൽ നമുക്കൊരു ഡിസ്കളറേഷൻ, അതായത് ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോമിൻ്റെ ആദ്യം നമുക്ക് ചെറിയൊരു കളർ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയൊരു ബ്ലബൊക്കെ ഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വിരൽ സ്ട്രെച്ച് പെയിൻ എന്ന് പറയും. വിരൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന ഈ കമ്പ് സാധനങ്ങളൊക്കെ വെച്ച് കിട്ടി. ഈ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം പലപ്പോഴും അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് പോയി ലേറ്റായി നമ്മുടെ അടുത്ത് വന്നിട്ട് കാല് മുറിച്ച് കളയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പും ഇങ്ങനത്തെ ചികിത്സകളൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചാൽ കാലെന്നും കണ്ടുകൊണ്ടിരിക്കാം. അതേപോലെ ഇനി നമ്മുടെ നാട്ടിൽ കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയുള്ളതാണ് ഈ കൈറോപ്രാക്റ്റിക് എന്ന് പറയുന്നത്. ഇപ്പം വലിയ നഗരങ്ങളിലൊക്കെ ഇപ്പം വ്യാപകമായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ വരും. ഈ രോഗിയെ ഇങ്ങനെ കിടത്തിക്കൊണ്ട് സർക്കസ് മുറകൾ പോലെയൊക്കെ ഇങ്ങനെ കൈയും കാലും ഒക്കെ എടുത്ത് തിരിച്ച് പിടിച്ചൊക്കെ നേരെയാക്കുന്ന പരിപാടികൾ. നമ്മുടെ കളരി ചികിത്സയുണ്ടല്ലോ, കളരി ചികിത്സയും ഇങ്ങനെ ഈ വിഷയത്തിലുണ്ടല്ലോ. അപ്പോൾ ഈ കളരി ചികിത്സ അതേപോലെ ഈ കൈറോപ്രാക്റ്റിക് ഇതൊക്കെ എത്രത്തോളം സയൻറ്റിഫിക്കാണ്? പ്രത്യേകിച്ച് ഈ കൈറോപ്രാക്റ്റിക്കൊക്കെ സയൻറ്റിഫിക് എന്നുള്ള രീതിയിലാണത് ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അത് സയൻറ്റിഫിക് ആണോ? തീർച്ചയായിട്ടും സയൻറ്റിഫിക് അല്ല. എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് ഒരു ജോയിൻറ്റിന് ഒരു റേഞ്ച് ഓഫ് മോഷൻ ഉണ്ട്. അതായത് എൽബോ ജോയിൻറ്റിന് ഇത്ര ഡിഗ്രി, റിസ്റ്റിന് ഇത്ര ഡിഗ്രി, മുട്ടിന് ഇത്ര ഡിഗ്രി. ഇപ്പോൾ കൈക്കാണെങ്കിൽ നമുക്ക് 180 ഡിഗ്രി അബ്ഡക്ഷൻ വരെ പോസിബിളാണ്.
ഇപ്പോൾ ഇത് മാത്രമാണ് നാച്ചുറലി നമ്മുടെ ജോയിൻറ്റിന് പറ്റുന്ന റേഞ്ച് ഓഫ് മോഷനുള്ളൂ. കൈറോപ്രാക്റ്റിയിൽ പലപ്പോഴും ചെയ്യുന്നത് ഓവർ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ഫ്ലെക്ഷൻ. അതായത് ഒരു ജോയിൻറ്റിന് എന്തോരം പരിധി വരെ അതിന് മൂവ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പരിധി വിട്ട് ചെയ്യുന്നതാണ് കൈറോപ്രാക്റ്റിയിൽ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ എല്ലാത്തിനും ഇൻസ്റ്റൻറ്റ് റിലീഫ്, ഇപ്പോൾ എല്ലാം ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് എല്ലാവരും ഈ ഇൻസ്റ്റൻറ്റ് റിലീഫിന് വേണ്ടിയിട്ട്, അപ്പോൾ അവർക്ക് മോസ്റ്റ്ലി ഒരു പ്ലസബോ എഫക്റ്റ് ആവാം അവർക്ക് കിട്ടുക, പക്ഷേ മോർ ദാൻ ഡാമേജ് ഉണ്ടാകാം. 2 എക്സാമ്പിൾ ഞാൻ പറയാം. ഒന്ന്, ഒരു 53 വയസ്സുള്ള ചേട്ടൻ കഴുത്ത് വേദനയായിട്ട് ഈ കൈറോപ്രാക്റ്റിയിൽ പോയി. അത് MRI എടുത്തിട്ട് ഡിസ്പ്രലാപ്സ് കണ്ടിട്ട് ഡോക്ടർ സർജറി പറഞ്ഞതായിരുന്നു. അത് കൈറോപ്രാക്റ്റിയിൽ ഈ നമ്മുടെ കഴുത്തിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതിൻ്റെ ലിമിറ്റിൻ്റെ ഓവറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മുടെ വെർട്ടിബ്രയുടെ പുറകിൽ സ്പൈനസ് പ്രോസസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിന് ഫ്രാക്ചറായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ സ്പൈനൽ കോഡിൽ ഡാമേജ് വന്ന ഒരു കൈ പാരാലിസിസ് ആയി പോയിട്ടുണ്ട് അക്യൂട്ടായിട്ട്. സെയിം ഡേ രാവിലെ ഒരു 11 മണിക്ക് കൈറോപ്രാക്റ്റിയിൽ ഇത് ചെയ്തു. വീട്ടിൽ ചെന്നപ്പോൾ ഈ കൈക്ക് അനക്കമില്ല, ആ നെർവിന് ഡാമേജ് വന്നതാണ്. അതായത് ആ ജോയിൻറ്റിന് പറ്റുന്ന ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ ഒരു ജോയിൻറ്റിനെയും പുഷ് ചെയ്യാൻ പാടില്ല. ഈ കളരിയിൽ അതേപോലെ തന്നെ സംഭവിക്കുന്നത്, നമ്മളിപ്പോൾ ഷോൾഡർ തെന്നിയാൽ പലപ്പോഴും കളരിൽ പോയി എങ്ങനെ ചെയ്യുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ടു. അതായത് കാല് കൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് കൈ വലിച്ചിട്ടാണ് ഈ ഷോൾഡർ ജോയിൻ്റ് ഇടുന്നത്. അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ഒരു സൈഡിൽ ജോയിൻ്റാണ്, ബോൾ ആൻഡ് സോക്കറ്റ് അല്ല. സാധാരണ ജോയിൻറ്റിൽ ഒരു ബോൾ വന്ന് ഒരു സോക്കറ്റിനകത്തേക്ക് ഇരിക്കുന്ന പോലെയാണ്. എന്നുവെച്ചാൽ ഷോൾഡർ ജോയിൻ്റ് അങ്ങനെയല്ല. ഷോൾഡർ ബ്ലേഡ് ഒരു ഫ്ലാറ്റ് സർഫസാണ്. അതൊരു വാഷർ വഴിയാണ് അതിനെ ഒരു സോക്കറ്റ് പോലെ ആക്കി അതിലാണ് ഈ ബോൾ ഇരിക്കണം. അതിൽ ഈ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ ഇതിനെ വലിച്ചിടുമ്പോൾ ഈ വാഷർ ഗ്ലിനോയിഡ് ലേബർ എന്ന് പറയും, ആ ലേബറത്തിന് ടേറ് സംഭവിക്കുമ്പോൾ വീണ്ടും അത് തെന്നിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അതിൻ്റെ അനാട്ടമി മനസ്സിലാക്കാതാണ് പലപ്പോഴും ഈ കളരിയിൽ ചവിട്ടി. അത് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കറിയാം, പല ഡിസ്ലൊക്കേഷൻ ചവിട്ടി പിടിച്ചും വളരെ ക്രൂഡായിട്ടുള്ള രീതിയിലാണ്. അതായത് അതിൻ്റെ പ്രോപ്പർലി അനാട്ടമി മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ ഷോൾഡർ ജോയിൻ്റ് തിരിച്ചു വീഴും, പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ള മറ്റ് സ്ട്രക്ചറുകൾക്ക് ഡാമേജ് ചെയ്തു. അതാണ് ഈ കൈറോപ്രാക്റ്റിയിലും കളരിയിലും ഒക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റിൽ സംഭവിക്കുന്ന ഡാമേജ്. അത് ലോങ് ടേം ആയിട്ട് അവർക്ക് റെക്കറൻറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷനും അതുപോലെ മറ്റ് കോംപ്ലിക്കേഷൻസ്, അതായത് മറ്റ് സ്ട്രക്ചറിൻ്റെ ഡാമേജ്. എന്നാൽ എല്ലിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇതിലെല്ലാം ചെയ്യുന്നത്. എല്ല് മാത്രമല്ലല്ലോ, നമ്മുടെ ശരീരത്തിൽ വേറെയും സാധനങ്ങളുണ്ട്. ഈ ആയുർവേദം, നാട്ടുവൈദ്യം, അതേപോലെ ഈ കളരി, ഇങ്ങനെയുള്ള പല മാർഗ്ഗങ്ങളിലൂടെ നാട്ടുവൈദ്യം ഇതിലൊക്കെ പോയി കോംപ്ലിക്കേഷൻ വന്ന് അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്ന് അങ്ങനെ വന്നുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെ ഡോക്ടർക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പറയാമോ? ആ കോംപ്ലിക്കേഷൻസ് എണ്ണ ഇടുകയാണെങ്കിൽ മിക്കവാറും എൻ്റെ ഒരു ഡയറി നിറച്ച് എഴുതാനുണ്ടാകും. കാരണം ഈ കോംപ്ലിക്കേഷൻസ് പലപ്പോഴും ഇമ്മീഡിയറ്റ്ലി അല്ല സംഭവിക്കാം. അതാണ് ഇവർക്ക് ഒരു രക്ഷപ്പെടാൻ പലപ്പോഴും ഒരു മാർഗ്ഗം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ മുട്ടിനകത്തൊരു പൊട്ടലുണ്ടായി, അതായത് ഒരു ജോയിൻറ്റിലെ പൊട്ടൽ നമ്മളൊരു സെറാമിക് പാത്രം പൊട്ടുന്ന പോലാണ്. അത് നമ്മൾ എത്ര കൂട്ടിച്ചേർത്ത് വെച്ചാലും അത് പ്രോപ്പർ ജിക്സോ ഫിറ്റായിട്ട് ഇരുന്നില്ല എങ്കിൽ ആ സ്മൂത്ത്നെസ് സർഫസ് പോകും. അപ്പോൾ മുട്ടിലെ ജോയിൻറ്റിലുണ്ടാകുന്ന പൊട്ടൽ ആ സ്മൂത്ത്നെസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് അതേപോലെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒരു സെറാമിക് പാത്രത്തിൻ്റെ 2 പീസുകൾ ഒരു ലെവലിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്മൂത്ത്നെസ് പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കൈ ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ കൈ മുറിയല്ലേ. അതേപോലെ നമ്മുടെ എല്ലിൻ്റെ താഴെ ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ മോള് ഭാഗം അതിലൊരഞ്ഞിട്ട് തേയ്മാനം സംഭവിക്കും. അപ്പോൾ അത് ലോങ് ടൈമിലാണ് പലപ്പോഴും അതിൻ്റെ സൈഡ് എഫക്റ്റ് വരാം. അപ്പോൾ ഈ ഇമ്മീഡിയറ്റ്ലി ഒന്നും സംഭവിച്ചില്ലല്ലോ, ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു, തൽക്കാലത്തേക്ക് എനിക്ക് ആശ്വാസമായി. പക്ഷേ ചിലപ്പം 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും മറ്റേ മുട്ടും കൂടെ ഉരഞ്ഞിട്ട് മുട്ടിന് തേയ്മാനം വന്ന് അത് അവസാനം ചെറിയൊരു സർജറി സ്ക്രൂ ഇട്ട തീരുന്ന പ്രശ്നം മുട്ട് മാറ്റിവെക്കലിലേക്ക് എത്തിത്തീരുന്നത്. അതാണ് ഇതിൽ എപ്പോഴും ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ. ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകുന്ന റിസൾട്ട് കാണുമ്പം ഓക്കെ, അവർ മറ്റുള്ളവരെ കൂടി പറഞ്ഞ് അങ്ങോട്ട് വിടുകയും ചെയ്യും. എന്നാൽ അവർക്ക് ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് കിട്ടിയല്ലോ. ഇപ്പോൾ ഡോക്ടർ സർജറി പറഞ്ഞു, ഞങ്ങൾ ചെയ്തില്ല, ഇപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 10 വർഷം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഇത് പറയുന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, അടുത്ത വീട്ടിലെ ചേട്ടൻ, ഓട്ടോ ചേട്ടൻ, ഇവരൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവർ ഡിസിഷൻ എടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻറ്റിനോട് പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കാറ്, ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ കറണ്ട് പോയാൽ നിങ്ങൾ ആരെ വിളിക്കാം? ഇലക്ട്രീഷ്യനെ വിളിക്കും. വാട്ടറായിട്ട് ബന്ധപ്പെട്ട സാധനൻ്റെ പ്ലംബറെ വിളിക്കും. അതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് മനുഷ്യൻ്റെ ശരീരം. അപ്പോൾ അതിൽ ട്രെയിൻഡ് ആയിട്ട് ആളല്ലേ വിളിക്കാം. അല്ലാതെ നമ്മൾ കറണ്ട് പോകുമ്പോൾ ഒരിക്കലും പ്ലംബറെ വിളിച്ചിട്ട് ശരിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രോപ്പറായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത ആളെ വിളിക്കണമെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ ശരീരത്തിൻ്റെയും
ട്രീറ്റ്മെൻറ്റ് ഭാഗം വരുമ്പോൾ ഈ ലോജിക്ക് മനുഷ്യന് വർക്ക് ചെയ്യാത്തത് പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് ലോജിക്കിൻ്റെ വിഷയമല്ല, അവരുടെ വിചാരം അതൊരു സയൻസാണ്. അവർ സയൻറ്റിഫിക്കായിട്ട് തന്നെ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത്. അത് ആയുർവേദം സയൻസ്, നാട്ടുവൈദ്യം വേറൊരു സയൻസ് എന്ന ചിന്ത ഉള്ളതുകൊണ്ടാണ്. പ്രത്യേകിച്ചും ഇത് കൂടുതലും ഈ ഇൻസ്റ്റാഗ്രാമിലും റീലും ഒക്കെ ഒരുപാട് വ്യാപകമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വരുന്ന ഇത്തരം കോംപ്ലിക്കേഷൻസ്, ഇത്തരം പ്രശ്നങ്ങളായിട്ട് ഗുരുതരമായിട്ട് വന്ന് മുട്ട് മാറ്റിവെക്കുന്ന രീതി വരെ വന്ന അവസ്ഥകളൊന്നും നിങ്ങളത് പബ്ലിക്കായിട്ട് പറയുന്നൊരു രീതി ഇല്ലല്ലോ. അതിനുള്ള സമയമില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോലുള്ളവർ കുറച്ച് സമയം കിട്ടുമ്പം ഇതേപോലുള്ള ഈ ആയുർവേദവും നാട്ടുവൈദ്യമൊക്കെ കൊണ്ട് അപകടം വന്ന ആൾക്കാരെ പറ്റിയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ മറുവശത്തുനിന്നും കൂടെ വേണം. അത്തരം കാര്യങ്ങളൂടെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വ്യാപകമാകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാകും. പലപ്പോഴും മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ ശാസ്ത്രാവബോധ പ്രചരണത്തിന് വളരെ ചെറിയ ശതമാനം മാത്രമേ ഇവർ സമയം മാറ്റിവെക്കാറുള്ളൂ. അതേസമയം ഈ അശാസ്ത്രീയ ചികിത്സകർ അവരുടെ നല്ലൊരു സമയവും സോഷ്യൽ മീഡിയയിലും ഇത്തരം പരസ്യങ്ങളിലും ആൾക്കാരെ കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതുപോലെ യൂട്യൂബ് വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റെമഡീസ് വരുന്നുണ്ട്. മുട്ടുവേദന അതിനുള്ള ഒറ്റമൂലി, കല്ലുപ്പ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ വിനെഗർ അതൊക്കെ ചേർത്ത് വെച്ച് കെട്ടിയാൽ വേദന മാറും. അതുപോലെ വെറ്റിലേക്ക് ചൂടാക്കി, എരിക്കിൻ്റെ ഇലയൊക്കെ ചൂടാക്കിയിട്ട് അതിൽ മുറിവെണ്ണ പുരട്ടി വെച്ചാൽ വേദന മാറും. ഇത്തരം മാർഗങ്ങളൊക്കെ അതൊക്കെ 1 മില്യൺ വ്യൂസ് കൂടുതലാണ് ഓരോ വീഡിയോയ്ക്കും ഉള്ളത്. ഇത്തരം നാട്ടുവൈദ്യങ്ങൾക്കുപരി ഇത്തരം വീട്ടുവൈദ്യങ്ങൾ അത് ഫലപ്രദമാണോ? അത് ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 101 നാട്ടുവൈദ്യത്തിൻ്റെ ബുക്കിൻ്റെ വില 10 രൂപയാണ് ബസ് സ്റ്റാൻഡ് വാങ്ങാൻ കിട്ടുന്നത്. അയാൾ ഇന്നും ആ ബുക്ക് തന്നെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ ക്വാളിറ്റിയാണ് ആ സാധനത്തിനുള്ളത്. അപ്പോൾ ഈ നാട്ടുവൈദ്യം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഈ മുള വെച്ച് ചികിത്സിക്കുമ്പോൾ ഫോട്ടോ എടുത്ത് വെക്കുന്ന പോലെ തന്നെ പലപ്പോഴും ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ച് അറ്റ്ലീസ്റ്റ് മുട്ടുമാറ്റി വെക്കുമ്പോൾ പഴയ ഇങ്ങനെ ഒരു മുട്ടുണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഫോട്ടോയിലെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം. കാരണം ഇതല്ലാണ്ട് നമുക്കൊരു സയൻറ്റിഫിക് ബേസിസിൽ അല്ലാതെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ പല രീതിയിൽ വരാം. നമ്മൾ വിചാരിക്കും ഇത് പുറത്ത് കിട്ടുന്ന ഒരു സാധനമല്ലേ, പക്ഷേ അത് പുറത്ത് കിട്ടുന്ന ഒരു സാധനം മാത്രമല്ല. അന്ന് നമ്മുടെ സ്കിൻ ഈസ് ഓൾസോ ആൻ ഓർഗൻ. അത് എല്ലും കിഡ്നിയും ഹാർട്ടും പോലെ തന്നെ ഒരു ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ തന്നെ പറയാം സ്കിന്ന്. അപ്പോൾ അതിന് ഇറിറ്റൻ്റ് ആയിട്ടുള്ളൊരു സാധനം പുരട്ടി അതിന് ഡാമേജ് ആക്കി പിന്നെ അതിൽ നിന്ന് അതിൻ്റെ കോംപ്ലിക്കേഷൻ വന്ന് അങ്ങനെ അത് എല്ലിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തിട്ട് അവസാനം സ്കിൻ ഡിസീസ് ആയ ആൾക്കാരുണ്ട്, പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. സ്കിന്നിന് പ്രോബ്ലം വന്ന് പിന്നെ ആ സ്കിൻ ഡിസീസ് അവർക്കൊരു ക്രോണിക് ഡിസീസായി മാറി. അത് അങ്ങനെ മുട്ടിന് വേണ്ടി ചെയ്തതാണ്, പക്ഷേ സ്കിന്നിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് മാറുന്നത്. അത് പലപ്പോഴും ശരീരം മൊത്തം ഇതൊരു കോംപ്ലക്സ് സ്ട്രക്ചറാണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ കാര്യം. അതിൽ ഡോക്ടർമാർക്ക് വലിയൊരു പങ്കുണ്ടെന്ന് തന്നെ എനിക്ക് പറയാം. കാരണം താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഈ ശാസ്ത്രാവബോധത്തിലേക്കൊന്നും ഡോക്ടർമാരെ കൂടുതൽ ചെയ്യുന്നില്ല എന്നല്ല, വളരെ കുറച്ച് ആൾക്കാരെ ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന എബി ഫിലിപ്സും നമ്മുടെ എസൻസിന് വേണ്ടി തന്നെ ചെയ്യുന്ന എനിക്ക് വളരെ കുറവ് ഡോക്ടർമാരെ കണ്ടിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം പേഷ്യൻ്റ് ഡോക്ടർ റേഷ്യോ ആണ്. കാരണം ഒരു ഹോമിയോ ഡോക്ടർ ഒരു 20 മിനിറ്റ് ഡോക്ടറോട് സംസാരിക്കുമെങ്കിൽ മോഡേൺ മെഡിസിനിൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഈ കൂട്ടത്തിരിക്കുന്ന ഒരാൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടർ 1 മിനിറ്റ് കൊണ്ട് എന്നെ പറഞ്ഞു വിടും, ഞാൻ പറയുന്നതൊന്നും കേൾക്കാറില്ല. അത് കമ്മ്യൂണിക്കേഷൻ ഭാഗമാണ്. മറ്റവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഈ പലപ്പോഴും ക്വാക്സും മറ്റ് അൺസയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിലും അവർ സംസാരിക്കുന്ന ടൈം വളരെ കൂടുതലാണ്. പേഷ്യൻ്റ് ഡോക്ടർ കമ്മ്യൂണിക്കേഷൻ ഇതിൽ പക്ഷേ പലപ്പോഴും ഡോക്ടർമാരുടെ മാത്രം കുറ്റമല്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ 400 OP ഒക്കെ ഒറ്റയ്ക്ക് നോക്കുന്ന ഡോക്ടറുണ്ട്. അവർക്ക് ആ സിസ്റ്റമാണ് അവരെ അതിലേക്ക് ഫോഴ്സ് ചെയ്യുന്നത്. ഇതിനെ നമ്മുടെ സിസ്റ്റം ഇത് മനസ്സിലാക്കി ഇതിനൊരു റെമഡി കണ്ടെത്തുകയാണ് കുറച്ചും കൂടി രോഗികളിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഡോക്ടറെ അടുത്തു നിന്ന് തന്നെ ഡയറക്റ്റ് കിട്ടാൻ നല്ലൊരു ഓപ്ഷൻ. ഒരു ഡോക്ടർ നോക്കുന്ന രോഗിയുടെ എണ്ണം അത് ഒരു പേഷ്യൻ്റെ അടുത്ത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് സംസാരിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് പറയാനുള്ള മൊത്തം കേൾക്കാനുള്ള സമയമെങ്കിലും എടുത്ത് നോക്കിയാൽ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഈ നടുവേദന, മുട്ടുവേദന ഇതൊക്കെ സ്വാഭാവികമായിട്ട് സാധാരണ മനുഷ്യർക്കെല്ലാം ഒരു 10-40 വയസ്സ് കഴിയുമ്പം അതിനുമുമ്പേ പലപ്പോഴും ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്നൊരു റെമഡി, ഇതിനൊരു പരിഹാരമുണ്ട് എന്നുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ അവർ പെട്ടെന്ന് ആകർഷണീയരാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് എന്ത് മുൻകരുതൽ എടുക്കാം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും വരും. അത് ഇച്ചിരി നീട്ടി വയ്ക്കാനോ അല്ലെങ്കിൽ അത് ഇച്ചിരി
സുഖകരമായിട്ട് ജീവിതം കൊണ്ടുപോകാനുള്ള നമ്മുടെ ജീവിതശൈലിയിൽ വരുത്താവുന്ന മാറ്റങ്ങളൊക്കെ എന്ന് പറയാമോ? ഈ ക്വിക്കായിട്ടുള്ള റെമഡി എന്നുള്ളതിനെക്കാട്ടിലും ആ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട്, റെമഡി കണ്ടെത്തുന്നതിന് മുന്നേ എന്താണ് പ്രോബ്ലം എന്ന് കണ്ടെത്തുന്നത്, അതായത് ഡയഗ്നോസ് എത്തുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഗൂഗിളിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും വീഡിയോ കണ്ടിട്ട് എനിക്ക് ഈ അസുഖമാണ് എന്ന് പറഞ്ഞ് അങ്ങനെയല്ലേ അവർക്ക് റെമഡി കണ്ടെത്താൻ പറ്റുള്ളൂ. ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ ഒബ്വിയസ്ലി ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്തിട്ട് ആണ് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. അതെപ്പോഴും ഒരു സയൻറ്റിഫിക് രീതിയിൽ തന്നെ ആവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടി. മുട്ടും അങ്ങനെയുള്ള ജീവിതശൈലിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് നടുവേദന വന്നാൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ വേദന പറഞ്ഞത് 40 വയസ്സ് കഴിഞ്ഞിട്ടല്ലല്ലോ, ഇപ്പോൾ 10-15 വയസ്സുള്ളവർക്കൊക്കെ നടുവേദനയും കഴുത്തേനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പലപ്പോഴും ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോ പാർക്ക് വർക്ക് ചെയ്യുന്ന ഒരു ടെക്കി ആൾ ബാക്ക് പെയിൻ ആയിട്ട് അയാൾക്ക് വരുമ്പോഴെല്ലാം റെസ്റ്റ് എടുക്കും. ബേസിക്കലി അയാൾക്ക് പാരാസ്പൈനൽ മസിൽസിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ റെസ്റ്റ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ വീണ്ടും വീക്കാവാണ്. അത് നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ധാരണയാണല്ലോ റെസ്റ്റ് എടുത്താൽ മാറുന്നത്. പക്ഷേ അയാളുടെ മസിൽ നമ്മൾ നോക്കുമ്പോൾ മസിൽ കംപ്ലീറ്റ്ലി വേസ്റ്റഡാണ്. കാരണം വർഷങ്ങളായിട്ട് പുള്ളി നടുവേദന വരും, 2 ആഴ്ച ലീവ് എടുക്കും, വീട്ടിലിരിക്കും, വേദന കുറയും, പിന്നെയും പോവും, വേദന വരും, റെസ്റ്റ് എടുക്കും, അങ്ങനെ മസിൽ വേസ്റ്റിങ് സംഭവിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ളത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മാറി കൃത്യമായ എക്സസൈസുകളും, എക്സസൈസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ് മാത്രമല്ല എക്സസൈസ്, ഡെയിലിയുള്ള 20 മിനിറ്റ് നടത്തം, പിന്നെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ വ്യായാമങ്ങൾ, അത് ഫിസിയോതെറാപ്പി ഗൈഡഡ് ആയിട്ടോ അല്ലെങ്കിൽ ട്രെയിൻഡ് ഒരാളുടെ ഗൈഡൻസിൽ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പ്രായം കൂടുന്തോറും എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ട്രെയിൻഡായ ഒരാൾ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതാണ് ബെറ്റർ. അല്ലാതെ നമ്മൾ ജീവിതചര്യയിൽ ശ്രദ്ധിക്കാനുള്ളത് അമിതവണ്ണം ഒഴിവാക്കുക. അതായത് മുട്ടിൽ കൂടുതൽ സ്ട്രെസ്സ് വരുമ്പോഴാണ് പലപ്പോഴും തേയ്മാനം കൂടുതൽ വരുന്നത്. അപ്പോൾ അമിതവണ്ണം ഒഴിവാക്കുക, ആഹാരം നിയന്ത്രിക്കുക, കൃത്യമായ ബാലൻസ്ഡ് ആയിട്ടൊരു ഡയറ്റ്. കാരണം ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാ ആഹാരത്തിൽ വേണ്ടുന്ന ന്യൂട്രിയൻസ് ബാലൻസ്ഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മുടെ മസിൽസും കാർട്ടിലേജും ഈവൻ എല്ലാ സ്ട്രക്ചേഴ്സിൻ്റെയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ജീവിതശൈലിയിൽ മറ്റ് ഹാംഫുള്ളായിട്ടുള്ള സാധനങ്ങളുടെ ഡാമേജ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, സ്മോക്കിംഗ് പോലുള്ള ഹാംഫുള്ളായിട്ടുള്ള സാധനങ്ങളുടെ ഇഫക്ട്സ് മനസ്സിലാക്കി നിങ്ങളുടെ ശരീരം നന്നാവണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പം ഈ വിറ്റാമിൻ ഡിയുടെ കുറവൊക്കെ അതിന് സപ്ലിമെൻ്റ് എടുക്കുക, ഇതൊക്കെ കൂടുതൽ വ്യാപകമാണ്. അപ്പം അത് മാത്രമല്ല ഒരു ഡോക്ടറെ കാണാതെ തന്നെ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് വിറ്റാമിൻ ഡി, കാൽസ്യം ഇതൊക്കെ എല്ലിന് നല്ലതാണെന്ന് കരുതി സപ്ലിമെൻറ്റുകളൊക്കെ സ്വമേധയാ ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു സയൻറ്റിഫിക്കായ രീതിയാണോ? വൈറ്റമിൻ കഴിക്കുന്നവരെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറഞ്ഞാൽ. അമിതമായാലും അമൃതം വിഷം എന്ന് പറഞ്ഞാൽ അധികമായ വൈറ്റമിനും വിഷമായി മാറും. അപ്പോൾ അത് ഒരു ഡോക്ടറെ കാണാതെ വൈറ്റമിൻ എടുക്കുന്നത് ഒരിക്കലും സയൻറ്റിഫിക് അല്ല. അതൊരു മറ്റ് വൈറ്റമിൻ അല്ലേ എന്ന് കരുതി എടുക്കുക കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 2 ടൈപ്പ് വൈറ്റമിൻസ് ആണ്, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും വാട്ടർ സോലുബിൾ വൈറ്റമിൻസും. അതിൽ ഈ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ളത് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത് അതൊരു ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നെ ഉണ്ടാക്കാം. എനിക്ക് പേഴ്സണലി തന്നെ അങ്ങനെ ഒരു പേഷ്യൻ്റ് വൈറ്റമിൻ ഇ ഓവറായിട്ട് കഴിച്ചിട്ട് ഹൈപ്പർ വൈറ്റമിനോസിസ് ഇയുടെ സിംറ്റംസ് ആയിട്ട്, ന്യൂറോപ്പതിക് സിംറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഈവൻ വൈറ്റമിൻ ആണെങ്കിൽ പോലും കഴിക്കുന്നത് തെറ്റാണെന്നുള്ളതാണ് എൻ്റെ സയൻറ്റിഫിക് രീതി. രണ്ടാമത് വൈറ്റമിൻ ഡിയുടെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ വൈറ്റമിൻ ഡിയെ പറ്റി നമുക്ക് കൺക്ലൂസീവ് എവിഡൻസ് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇതിലിപ്പോൾ നടത്തിയിട്ടുള്ള സ്റ്റഡികൾ പലതും യൂറോപ്യൻ സ്റ്റഡീസാണ്. അതൊരു ട്രോപ്പിക്കൽ ഏരിയ അല്ലല്ലോ, അതൊരു കൂടുതൽ ആർട്ടിക് റീജിയനിലേക്ക് കിടക്കുമ്പോൾ സൺലൈറ്റ് വളരെ ദൂരത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഡി പ്രൊഡക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ അൾട്രാവയലറ്റ് റേസ് ആണ്. അപ്പോൾ അത് ആ ഏരിയയിൽ നടത്തിയ സ്റ്റഡി സ്ക്വയർലി ഇവിടെ ആപ്ലിക്കബിൾ ആണോ എന്നുള്ള ഡിബേറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ളൊരു ട്രോപ്പിക്കൽ കൺട്രിയിൽ ഈ സൺലൈറ്റ് ഡയറക്റ്റ് ഇത്രയും അടിക്കുന്ന ഒരു സ്ഥലത്ത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ സിഗ്നിഫിക്കൻസ് വളരെ കുറവാണ്. അത് നമ്മൾ സ്വന്തമായിട്ട് പോയി ചെക്ക് ചെയ്ത് വൈറ്റമിൻ ഡി കുറവാണെന്ന് പറഞ്ഞ് കഴിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സിംറ്റംസ് ഇല്ലാതെ വൈറ്റമിൻ ഡി എടുക്കുന്നത് തീർച്ചയായിട്ടും
അൺസയൻറ്റിഫിക് ആയ ഒരു രീതി തന്നെയാണ്. വൈറ്റമിൻ ഡിയുടെ ഈവൻ വാല്യൂവിനെ പറ്റി പോലും ഇപ്പോൾ കൂടുതൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. കാരണം യൂറോപ്യൻ സ്റ്റഡി സ്ക്വയർലി നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയയിൽ ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് ഇറ്റ്സ് ഇൻ എ ഡിബേറ്റബിൾ സ്റ്റേറ്റ്. ബട്ട് സിംറ്റംസ് ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സിംറ്റംസ് ഇല്ലാതെ എന്ന വൈറ്റമിൻ അല്ലേ എന്ന് പറഞ്ഞ് വൈറ്റമിൻ ഡിയോ ഇയോ ഏതാണെങ്കിലും ഏതൊക്കെ ആണെങ്കിലും കഴിക്കുന്നത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പം നേരത്തെ എക്സർസൈസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ജിമ്മിലൊക്കെ പോകുന്ന ഒരു പ്രവണത ഇപ്പം വളരെ കൂടുതലാണ്. ഒരുപാട് കൊച്ചുകുട്ടികൾ മുതലേ ജിമ്മിൽ പോയി തുടങ്ങും. അപ്പോൾ അവിടെയൊക്കെ ഈ നല്ല വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പലപ്പോഴും ഈ ജിം ഇൻസ്ട്രക്ടർ, എനിക്കറിയില്ല അവർ എത്രത്തോളം സയൻറ്റിഫിക്കായ കോഴ്സുകളൊക്കെ പാസ്സായതാണോ എന്നറിയില്ല, അങ്ങനെയുള്ള കാണും. പക്ഷേ കൂടുതലും എനിക്ക് അങ്ങനെയാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലുകൾക്കൊക്കെ ഭാവിയിൽ ദോഷം ചെയ്യത്തില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ശരിയായ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഇതൊക്കെ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. നമ്മൾ എല്ലാം നേരത്തെ പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റിൻ്റെ ആൾക്കാരായതുകൊണ്ട് നമ്മൾ ജിമ്മിൽ പോയി ഒരാഴ്ച കൊണ്ട് ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എൻ്റെ വീടിനടുത്ത് ജിമ്മുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കാണുന്നത് ന്യൂ ഇയറിനാണ്, ആദ്യത്തെ ഫസ്റ്റ് വീക്ക് ജാനുവരി. അപ്പോൾ ആ ഒരാഴ്ചയാണ് നമുക്ക് ആൾക്കാരെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും. പിന്നെ എണ്ണം കുറഞ്ഞു വരുന്നതാണ്. ഇതെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സിംഗിൾ ടൈം സംഭവമല്ല. ഇത് ലൈഫ് ലോങ് ഫോളോ ചെയ്യേണ്ട ഒരു ജീവിതചര്യയാണ്. ഇറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് ലൈഫ്. ഒരാഴ്ച ജിമ്മിൽ പോയി അത് കഴിഞ്ഞിട്ട് അത് പ്രത്യേകിച്ച് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന പ്രോപ്പർ വാമപ്പ് ഇല്ലാതെ ചെയ്യുമ്പോഴാണ്. നമ്മളിപ്പോൾ ചെല്ലുന്നതിൻ്റെ ഒരു ആവേശത്തിൽ 100 കിലോ എടുത്ത് ഡെഡ് ലിഫ്റ്റ് ചെയ്ത് നടുവുളുക്കി പോകുന്നതാണ് പലപ്പോഴും. അങ്ങനെയാണ് കൂടുതൽ ഡാമേജുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു ഓവർ എ ടൈമാണ് നമ്മൾ വെയിറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത്. അത് പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുടെ സഹായത്തോടെയാണ് ചെയ്യേണ്ടത്. ഇമ്മീഡിയറ്റ്ലി പോയി പെട്ടെന്ന് നമ്മുടെ ഒരു ആവേശത്തിന് ചാടി കയറി 100 കിലോ ഡെഡ് ലിഫ്റ്റ് എടുത്ത് ഒരു 100 കിലോ സ്ക്വാട്ട് ചെയ്ത് നമ്മൾ ഡാമേജ് ആക്കുന്നതാണ്. അതാണ് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു ഗ്രാജുവൽ തിങ് ആണ്. ഇതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ ബെറ്റർ. അത് ഒരു 10 ദിവസം ജിമ്മിൽ പോയി എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് വെച്ചിട്ട് നമ്മുടെ ബോഡി നോർമലാവുമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ്. അതൊരു ലൈഫിൻ്റെ നമ്മൾ ഡെയിലി പല്ല് വയ്ക്കുകയും കുളിക്കുകയും ചെയ്യുന്ന പോലെ തന്നെ എക്സസൈസും നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു പാർട്ടാകുമ്പോഴാണ് അത് ഹെൽത്തി ആവുന്നത്. അവിടെയും നല്ലൊരു ഇൻസ്ട്രക്ടറിൻ്റെ ആവശ്യമുണ്ട്. പല ജിമ്മിലും കാണുന്നത് അതാണ്. ഈ ചിലയിടത്തൊക്കെ ഇങ്ങനെ വെയിറ്റിൻ്റെ കാര്യം തന്നെ പെട്ടെന്ന് അത് വെയിറ്റ് കൂട്ടി നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന നമുക്ക് അനുഭവങ്ങളുണ്ട്. അതേപോലെ ഈ ജിമ്മിൽ പോകാനുള്ള മടിയുള്ളവർക്ക് പിന്നൊരു ആശ്രയം എന്ന് പറഞ്ഞാൽ യോഗയാണ്. അത് കുറച്ചും കൂടെ സുഖമുണ്ടല്ലോ. ഇപ്പോൾ യോഗ വളരെയധികം വ്യാപകമാകുന്നുണ്ട്. ഇപ്പം നേരത്തെ രാകേഷ് ഉണ്ണികൃഷ്ണൻ തന്നെ പറഞ്ഞു, ഇപ്പം ദുബായിലൊക്കെ യോഗാ സെൻ്ററുകളൊക്കെ വളരെ വലിയ രീതിയിൽ ബിസിനസ് തഴച്ച് വളരുകയാണ്. അപ്പോൾ ഈ യോഗയിലെ പല ആസനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയല്ലേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻറ്റിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ, അതായത് എത്ര ഡിഗ്രി ഒരു ജോയിൻറ്റ് ചലിപ്പിക്കാം എന്നുള്ളതിനൊരു പരിധിയുണ്ട്. അതിന് അനാറ്റമിക്കലായിട്ട് അതിന് റീസണും ഉണ്ട്. നമ്മളിപ്പോൾ യോഗാസനത്തിൽ ചെയ്യുന്ന പല പോസ്റ്ററുകളും അതിനെ ക്രോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ എന്ത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നോ, അതായത് നമ്മൾ ഒരു മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമുക്ക് അവിടെ ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചർ ഉണ്ട്. അതിനെ ഡാമേജ് ചെയ്തിട്ടാണ് പല ആസനങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് പ്രായം കൂടുതലുള്ള ആൾക്കാരിൽ കൂടുതൽ ഡാമേജ്, ചെറുപ്പക്കാരിൽ ഇല്ലയെന്നല്ല, പ്രായം കൂടിയ ആൾക്കാരിൽ വളരെയധികം ഡാമേജ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ പലപ്പോഴും അതിനെ ഗവൺമെൻറ് വരെ പല രീതിയിലും സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അത് ഇത് മാത്രമല്ല, ഇവൻ ആയുഷ് പോലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ ആൾക്കാരിൽ ഇതിനകത്ത് അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഇതിനെ ഇൻസ്ട്രക്ടർമാരുടെ കാര്യം പറഞ്ഞത് ഇതിനെ ലീഗലൈസ് ചെയ്യുക. കാരണം വണ്ടി ഓടിക്കാൻ ഒരാൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിന് എന്തോരം റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വേണ്ടേ നമ്മുടെ ശരീരത്തിനും ഇൻസ്ട്രക്ട് ചെയ്യുന്ന ആൾക്കും അത് ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരാൾ ജിം ട്രെയിനറാണ്, ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജിം ട്രെയിനർ ആവും. പക്ഷേ അത് ഗവൺമെൻറ് റെഗുലേറ്റഡ് ഒരു പോളിസി ഇല്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗവൺമെൻറ് റെഗുലേറ്റഡ് പോളിസി ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിനെക്കാട്ടിലും എത്രയോ സ്ട്രിക്റ്റ് ആണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഒബിയസ്ലി ഒരുപാട് ആൾക്കാരുടെ ജീവൻ ബാധിക്കുന്ന സാധനമാണ്. അതേപോലെ തന്നെയാണ് ജിം ഇൻസ്ട്രക്ടർമാരും അതേപോലെ പ്രോപ്പർലി ഗവൺമെൻറ് റെഗുലേറ്റഡ് ആയിട്ട് ലൈസൻസ് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡാമേജുകൾ ഒഴിവാക്കാം. ഇനി നമുക്ക് സദസ്യരുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
തയ്യാറാവുക. അതിനുമ്പോൾ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ നമുക്ക് ഇത്തരം ഈ എത്തിക്സിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, അതേപോലെ അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ, ഇതേപോലുള്ള മിഥ്യാധാരണകൾ, ഇതിനെയൊക്കെ ആൾക്കാരിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി ഒരു ഡോക്ടർ എന്ന നിലയിൽ ഡോക്ടർമാർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഡോക്ടർ നേരിടുന്ന പരിമിതികൾ എന്തൊക്കെയാണ്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡോക്ടർ എന്ന നിലയിൽ? പ്രധാനമായിട്ടും നമുക്ക് ഞാനും എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് കണ്ടിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. കാരണം പലപ്പോഴും തിരക്ക് കാരണം ഒരു ഡോക്ടറിന് ഒരു ദിവസം OP ഉണ്ടാവും, വാർഡിൽ റൗണ്ട്സ് ഉണ്ടാവും, സർജറി ഉണ്ടാവും, പിന്നെ അവർക്ക് അവരുടെ ഫാമിലി ടൈം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഈ പേഷ്യൻ്റ് ഡോക്ടർ കമ്മ്യൂണിക്കേഷൻ്റെ ടൈം പലപ്പോഴും അത് ഒരു മിനിറ്റിൽ ചിലപ്പോൾ അയാൾ 1.5 വർഷത്തിൽ ആയിട്ടുള്ളയുടെ ബുദ്ധിമുട്ട് പറയാൻ വന്നതായിരിക്കും. പക്ഷേ 1 മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർ ശരി എന്നാൽ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞ് വിടുന്നതായിരിക്കും. അതാണ് പലപ്പോഴും ഒരു മെയിൻ, അതായത് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടുന്ന ടൈം കിട്ടാത്തതാണ് പലപ്പോഴും ഒരു പ്രശ്നമായിട്ടുള്ളത്. പിന്നെ രണ്ടാമത് ഇതിനെല്ലാം നിയമപരമായ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നതാണ്. അതായത് ഒരു ഡോക്ടർ എത്ര പേരെ നോക്കണം എന്നുള്ളത് നിയമപരമായി തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് അതിനൊരു സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചിലപ്പോൾ അവർ ഗ്രീഡ് കൊണ്ട് കൂടുതൽ ആൾക്കാരെ നോക്കുന്നവരുണ്ട്, പക്ഷേ ഫോഴ്സ്ഡ്, അതായത് സിസ്റ്റം ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്ന കൂടുതൽ ആൾക്കാരെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു റെഗുലേറ്റഡ് പോളിസി ഉണ്ടെങ്കിൽ ഡോക്ടറിനും പേഷ്യൻറ്റിനും അത് നല്ലതായിരിക്കും. കാരണം അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാനും അത് എല്ലാവർക്കും എപ്പോഴും ഈ രാകേഷ് പറഞ്ഞ പോലെ തന്നെ 1 മിനിറ്റ് സമയം കൊടുത്താൽ എല്ലാ ആൾക്കാർക്കും ഓപ്പണായി പറയാൻ പറ്റില്ല. അപ്പം ചിലർക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അവരുമായിട്ടൊരു റാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടേ പലപ്പോഴും പലർക്കും അവരുടെ പ്രോബ്ലങ്ങൾ പറഞ്ഞു തുടങ്ങാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന ടൈം പലപ്പോഴും കിട്ടുന്നില്ല. ഈവൻ എൻ്റെ ഒരു ആദ്യത്തെ പ്രാക്ടീസിൻ്റെ സമയത്ത് 50-60 പേരെയൊക്കെ നോക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ 15-20 റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് അവരോട് ഇരുന്ന് സംസാരിക്കാനും അറ്റ്ലീസ്റ്റ് ഒന്ന് അവർക്കും നമുക്ക് ശ്വാസം വിടാനുള്ള സമയം കിട്ടുള്ളൂ. അത് മറ്റേത് അവർ വന്ന് പറഞ്ഞ് ശ്വാസം വിടുന്നതിന് മരുന്ന് എഴുതി അവർ പോയിണ്ടാവും. അടുത്ത ശ്വാസം എടുക്കാൻ നമുക്കും സമയം ഉണ്ടാവില്ല, രോഗിക്ക് പറഞ്ഞു തരാനും സമയം ഉണ്ടാവില്ല. ഇതാണ് മോഡേൺ മെഡിസിൻ്റെ അകത്തെ അവസ്ഥ. അപ്പം അതുപോലെ തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ശാസ്ത്രാവബോധത്തോടെ ആൾക്കാരെ ബോധ്യപ്പെടുത്താനുള്ള സമയത്തിൻ്റെയും പരിമിതികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വയം ശാസ്ത്രാവബോധത്തോടെ ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഏക രക്ഷ. അതുകൊണ്ടാണ് എസൻസ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. പലപ്പോഴും ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ എസൻസിൻ്റെ പരിപാടി ഞാനിങ്ങനെ അറിയിച്ചപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചത്, ഞാൻ വരുന്നില്ല, നിങ്ങളവിടെ ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ലേ എന്നാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ എസൻസിൻ്റെ വേദികളിൽ ദൈവമില്ല എന്ന പരിപാടികളല്ല നടക്കുന്നത്. അതൊക്കെ ഒരു മൊത്തം പരിപാടിയുടെ ഒരു 10% ആയിരിക്കും. കൂടുതൽ നടക്കുന്നത് ഈ ദൈവം മതവിശ്വാസം മാത്രമല്ല, മറ്റ് ജീവിതത്തിലെ ഒരുപാട് മേഖലകളിൽ നമ്മൾ ശാസ്ത്രബോധത്തോടു കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ മുൻനിർത്തിയുള്ള ഇത്തരം പരിപാടികൾ, ഇതുപോലുള്ള പ്രോഗ്രാമുകൾ, ശാസ്ത്ര അവബോധമുള്ള ഡോക്ടറുമായിട്ടുള്ള സംഭാഷണങ്ങളുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ ഡോക്ടറോട് ചോദിക്കുവാൻ നിങ്ങൾക്ക് ഉള്ള അവസരമുണ്ട്. താല്പര്യമുള്ളവർ ദയവായി എഴുന്നേറ്റാൽ മൈക്ക് കൈമാറാം. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിൻ്റെ കാര്യമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു അപകടം, ഏജിങ്ങിൻ്റെ കൂടുതൽ ഓർത്തോ പ്രശ്നങ്ങളുണ്ടാകുന്ന അപകടത്തിൽപ്പെടുന്നവരുടെയല്ലേ. അപ്പോൾ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറഞ്ഞ് നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് അല്ലേ. അപ്പോൾ അവിടെ അപകടത്തിൽ ഉണ്ടായ ഒരു ഡാമേജിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല ഈ നാട്ടുകാർ ഈ പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അവിടെ അടുത്ത് കാണുന്നൊരു ഓട്ടോ ചേട്ടനാണ് എത്രയും പെട്ടെന്ന് ഈ ആളെ അവിടെ എത്തിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വരുന്ന ആംബുലൻസിൽ ഡ്രൈവർ, അതിൻ്റെ അകത്ത് ആരുമില്ല, ഒരു മെഡിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ആരുമില്ല. നാട്ടിലെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടിക്കുന്ന ഒരുത്തിനെയാണ് നമ്മൾ ആംബുലൻസിൻ്റെ ഡ്രൈവറാക്കുന്നത് അല്ലേ. അപ്പോൾ അത് വരുന്നത് തന്നെ പക്കി പോലുള്ളൊരു വാഹനത്തലം, മാരുതി ഒമ്നി വണ്ടിയുടെ അടിയിലൊരു മെഷീൻ പിടിപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ അപകടത്തിൽപ്പെടുന്ന ആളുടെ അവസ്ഥ ഇങ്ങനെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് കൈകാര്യം ചെയ്യുമ്പം ഇരട്ടിയാകും ഇല്ലേ. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ. അപ്പോൾ IMA എങ്ങനെ ഗവൺമെൻറ്റിന് എന്തെങ്കിലും നിർദ്ദേശം ഇങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടോ? ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആംബുലൻസിൽ ട്രെയിൻഡായിട്ടുള്ള ആളുകൾ വേണം ഏത് സിറ്റുവേഷനെയും കൈകാര്യം ചെയ്യാൻ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് അല്ലേ. അതെ. അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടർ എന്തെങ്കിലും ഒന്ന് അതിന് IMAയുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാന്നുള്ള, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ആംബുലൻസ് ഡ്രൈവേഴ്സ്,
ഗവൺമെൻറ്റിന് മുന്നിൽ നമ്മൾ വെച്ചിട്ടുള്ള ഒരു സജഷനും അതാണ്. ട്രെയിൻഡ് ആയിട്ടുള്ള പാരാമെഡിക്സ്, നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻഡ് ആയിട്ടുള്ള പാരാമെഡിക്സ് എപ്പോഴും അവർ വന്നിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈവൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയ ഒരാളുടെ ഹെൽമെറ്റ് റിമൂവ് ചെയ്യുന്നത് പോലും ശ്രദ്ധിച്ചല്ലെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ക്യാൻ കോസ് ഡാമേജ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കൊടൈക്കനാൽ യാത്ര ചെയ്യുമ്പോൾ ബൈക്കിൽ വന്ന് ആക്സിഡൻ്റായി വീണു. അപ്പോൾ വീണപ്പോൾ പുറകിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ രോഗിയെ ഞങ്ങൾ രണ്ടുപേരും ഓർത്തോ ആയിരുന്നു. അപ്പോൾ നമ്മളത് ഹെൽമെറ്റ് ഊരരുതെന്ന് പറഞ്ഞു. നമ്മൾ സെക്യൂർ ചെയ്ത് ട്രൈ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം 1-2 പേര് കൂടി അവരടുത്ത് ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോൾ അവർ എഗ്രി ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ എണ്ണം കൂടി, അവർ പിന്നെ ബഹളമായി. അവസാനം അയാളെ ഒരു മറ്റേ മുണ്ട് പോലൊരു തുണിയിൽ വാരി എടുത്തുണ്ടാവുക. അയാൾക്ക് സ്പൈനൽ ഇഞ്ചുറി ആയിരുന്നു. അത് ഒരുപക്ഷെ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റിലൂടെ അയാൾ രക്ഷപ്പെടാവുന്ന ഒരാളെ മേ ബി അതൊരു കംപ്ലീറ്റ് പാരാലിസിസിലേക്ക് പാരാപ്ലീജിക്കായിട്ട് മാറ്റുന്ന അവസ്ഥയിലേക്കൊക്കെ അത് എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. ആംബുലൻസ് ഡ്രൈവേഴ്സ് മാത്രമല്ല, എല്ലാവരും BLS ട്രെയിൻഡ്, അതായത് ബേസിക് ലൈഫ് സപ്പോർട്ടിൽ ട്രെയിൻഡ് ആവുക എന്നുള്ളത് പുറത്തുള്ള രാജ്യത്ത് അത് ഈവൻ കരിക്കുലത്തിൽ പോലും ഉണ്ട്. സ്കൂളിൽ കരിക്കുലത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഈ ബേസിക് ലൈഫ് സപ്പോർട്ട്. തൊടാം അത് പുറത്ത് ജയിലിൽ പോകും. അത് ഞാൻ പുറത്ത് UK വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനവിടെ കണ്ടിട്ടുള്ള കാര്യമാണ്. അവർ ആ സ്പൈൻ ബോർഡിൽ കയറ്റിയിട്ട് മാത്രമാണ്, അതായത് ലോഗ് റോൾ ചെയ്താണ് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഐഡിയലി അങ്ങനെയാണ് ആക്സിഡൻറ്റിൽ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് കാലിലും കയ്യിലും പിടുത്തം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുവന്നതാണ്. വാരി എടുത്തുകൊണ്ട് പോകാമെന്ന് പറയും. അങ്ങനെയല്ല രോഗിയെ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. അത് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിനെ, വോളണ്ടിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആംബുലൻസിനകത്തെങ്കിലും ഒരു പ്രോപ്പർ ട്രെയിൻഡ് പാരാമെഡിക്സ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അത് ചില സെലക്റ്റഡ് ആംബുലൻസിൽ, അതായത് D ലെവൽ ആംബുലൻസ്, ICU ആംബുലൻസിൽ മാത്രമേ പാരാമെഡിക്സും ഡോക്ടേഴ്സും ഉണ്ടാവും. പക്ഷേ സാധാരണ ചിലപ്പോൾ കൊല്ലത്തടക്കുന്ന ഒരു ആക്സിഡൻറ്റ് അമൃത വരെ എത്തിക്കുന്നത് ഒരു ഡ്രൈവർ മാത്രമായിരിക്കും. അത് കൂടുതൽ ഹാംഫുള്ളായ ഒരു കാര്യമാണ്. എന്നാൽ പ്രോപ്പർ സ്പൈൻ ബോർഡ് ഇല്ലാതെ പോയാൽ ആക്സിഡൻറ്റ് ഉണ്ടായാൽ കൂടുതൽ ഡാമേജ് ആ ട്രാൻസ്പോർട്ടേഷനുണ്ടാവും. നമസ്കാരം ഡോക്ടർ. നമ്മുടെ നാട്ടിൽ ഈ പെയിൻ ക്ലിനിക്കുകളിൽ പെയിൻ മാനേജ്മെൻറ്റിന് ഡ്രൈ നീഡിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് കൂടുതലും ഫിസിയോതെറാപ്പിസ്റ്റാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഈ റുമാറ്റോളജി, പിന്നെ ഓർത്തോപീഡീഷ്യനും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള ബേസ് ഉള്ളതാണോ? ഇത് ആണെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുള്ളത്. അല്ല, അത് ഈ അക്യുപഞ്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന, അത് ഓർത്തോപീഡിക്സായിട്ട് യാതൊരു ബന്ധമില്ല. ഓർത്തോപീഡിക്സിൽ അങ്ങനെ ഒരു അക്യുപഞ്ചർ എന്ന ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഈ പല ഫിസിയോതെറാപ്പിസ്റ്റുകളും അതിനെ അക്യുപഞ്ചറിനെ അവരുടെ പ്രാക്ടീസായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അത് അൺസയൻറ്റിഫിക്കാണ്. കാരണം നീഡിലിടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നീഡിൽ ചെയ്യുമ്പോൾ ശരീരത്തിലൂടെ കടന്നു പോകുന്ന മറ്റ് അവയവങ്ങളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ അതൊരു രക്തക്കുഴലിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ നീഡിലിടുന്നതിലൂടെ അതിനെ ഡാമേജ് ചെയ്യും. നെർവാണ് പോകുന്നതെങ്കിൽ നെർവിനെ ഡാമേജ് ചെയ്യും. ലിംഫ് വെസലാണ് പോകുന്നതെങ്കിൽ ലിംഫ് വെസലിനെ ഡാമേജ് ചെയ്യും. അതൊരു സയൻറ്റിഫിക്കായ ഒരു ട്രീറ്റ്മെൻറ്റേ അല്ല. കാരണം നമ്മൾ മോഡേൺ മെഡിസിനിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് നമുക്ക് പ്രത്യേക സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് സ്പെസിഫിക് ഒരു ഡെഫിനിറ്റീവ് സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് പോലും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സിന് ഡാമേജ് വരാതെ ആ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രൈ നീഡിലിംഗ് എന്ന് പറഞ്ഞാൽ അവർ പെയിനുള്ള എവിടെ വേണമെങ്കിലും നീഡിലിട്ട് കണ്ടിട്ടുണ്ട്. അത് എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഞാൻ സ്ട്രിക്റ്റായിട്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം വൈറ്റൽ സ്ട്രക്ചേഴ്സിന് ഡാമേജ് ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് ഡ്രൈ നീഡിലിംഗ്. ഓർത്തോപീഡിക്സിൽ ഡ്രൈ നീഡിലിംഗ് അങ്ങനെ ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റേ ഇല്ല. എന്തോ അത് ഇപ്പോൾ ബൈബിളിനെ പറ്റിയും പുസ്തകം ഉണ്ടല്ലോ. മാസത്തിലൊരിക്കൽ ബോഡി മസാജ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്ത് മസാജാണ് ഉദ്ദേശിക്കുന്നത്? ആയുർവേദ മസാജാ അല്ലെങ്കിൽ സ്പാ അങ്ങനത്തെ ആണോ? അതോ സ്പായും ആയുർവേദ മസാജും എല്ലാം സയൻറ്റിഫിക്കലി അതിന് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. അതുവഴി ഒരു ഗുണം കിട്ടുന്നു. പക്ഷേ ഫിസിയോതെറാപ്പിയിൽ ട്രെയിൻഡ് ആയിട്ടൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യുന്ന മസാജുകളുണ്ട്. അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതൊരു റെമഡിയൽ മെഷറായി അതിന് സയൻറ്റിഫിക്
എവിഡൻസ് ഇല്ല. ഹലോ, എനിക്ക് 2 ചോദ്യമുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം പറഞ്ഞോ. ഓക്കെ, ഞാൻ ഇത് മീറ്റിംഗിൽ വരാൻ ലേറ്റായി പോയി, അവസാനം എത്തിയത്. ഓക്കെ, അപ്പോൾ ഈ ആദ്യം ഒരു ചോദ്യം ചോദിച്ച അതിനോടനുബന്ധിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മിനിറ്റ് ക്ലിയർ ആണ്. ഹലോ, ക്ലിയർ ആവുന്നോ? അപ്പോൾ ആദ്യം ചോദിച്ചൊരു ചോദ്യമായിട്ട് ആണ്. എൻ്റെ അനുജൻ കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അത് നെടുങ്ങോലത്ത് PR ഹോസ്പിറ്റലിൽ വെച്ചാണ് സംഭവം നടന്നത്. കിട്ടുന്നുണ്ടോ? അല്ലല്ല, പറഞ്ഞോളൂ. ആക്സിഡന്റ് മാത്രമേ കേട്ടുള്ളൂ. ആക്സിഡന്റ് അനുജൻ ചാത്തന്നൂരിൽ നിന്ന് പരൂരോട്ട് പോകുന്ന നേരത്ത് ഒരു ആട്ടോ ചെയ്താണ് ഇതായത്. ശരി, ഹലോ, കേൾക്കാമല്ലോ. ഇവിടെ കഴിഞ്ഞ ആഴ്ച എൻ്റെ സഹോദരൻ ചാത്തന്നൂരിൽ നിന്ന് പരൂരോട്ട് പോയ വഴിക്ക് വെച്ച് നെടുങ്ങോലത്ത് PR ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു ആട്ടോ വന്ന് ഹിറ്റ് ചെയ്ത് സ്കൂട്ടറിൽ പോയതാണ്. ഇപ്പോഴും മരിച്ചത്. അപ്പോൾ ഇത് ആൾക്കാർ സമീപത്ത് വന്ന് തൊട്ടടുത്ത് ഹോസ്പിറ്റലുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഈ കൂടി നിന്നവർ എടുത്ത് ആ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയുള്ളൂ. അത് എന്തുകൊണ്ടായിരിക്കും? നമുക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണോ, അതാ എന്തെങ്കിലും കേസിൽ കാണാൻ പെട്ടുപോകുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ? അങ്ങനെ ഒരു അവയർനെസ് നമ്മളെ സമൂഹത്തിൽ നിന്ന് കൊടുക്കണം, എസൻസ് ഗ്ലോബലിലൂടെ കൊടുക്കണം. പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് കിംസിൽ കൊണ്ടുപോയി. കൊട്ടിയത്ത് കിംസുകാർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പാരപ്പള്ളി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. അവിടെ നിന്ന് പോലീസാണ് ഞങ്ങളെയൊക്കെ ഇൻഫോം ചെയ്ത് പറയുന്നത്. പോലീസ് വീട്ടിൽ വന്നപ്പോൾ അറിയുന്നു ഇങ്ങനെ കാണുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഏറ്റവും അടുത്ത അവർ പറഞ്ഞു ഒന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ മെഡിസിറ്റി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ മെഡിസിറ്റി കൊണ്ടുപോയി. ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ നേരത്തെ അവർ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് അവിടെ ആരെങ്കിലും വേണം, അല്ലാതെ കൊണ്ട് ചെന്ന കാര്യമില്ല. അതും പറഞ്ഞ് അടുത്ത ദിവസം ആൾ മരിച്ചു. ഇപ്പോൾ അതിൻ്റെ ബാക്കി ഇഡ്ഡലി സാമ്പാറൊക്കെ കൊടുക്കാനുള്ള ചടങ്ങിലോട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വന്നത്. പിന്നെ എനിക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ രാവിലെ ഒരു 5 മണിയാവുന്ന നേരത്തെ ഞാനാണെങ്കിൽ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് പത്രമൊക്കെ വായിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പുരയിടത്തിൽ പോയി കിളക്കുകയും വിട്ടൊക്കെ ചെയ്യും. 2 മണിക്കൂർ ചെയ്യും. ചില ആൾക്കാർ രാവിലെ നടക്കാൻ പോകണം. അപ്പോൾ ഞാൻ കിളക്കുന്നത് ഞാൻ പറഞ്ഞ് ഈ നടക്കുന്നതിൻ്റെ നല്ല ഇതാണ്, വീട്ടിലെ കാര്യം നടക്കുമല്ലോ. അപ്പോൾ ഇത് രണ്ടുള്ള ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാണ്. സാറിന് വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഷുഗർ, പ്രഷർ, അങ്ങനത്തെ എന്തെങ്കിലും? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ കഴിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ കാർഡിയോളജി വർക്കപ്പ് ചെയ്ത് ഹാർട്ടിന് പ്രോബ്ലം ഇല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. കാരണം അതൊരു എക്സസൈസ് TMD എന്ന് പറയും, ട്രെഡ്മിൽ ടെസ്റ്റ്. അതിലൂടെ നമുക്ക് ഹാർട്ടിൽ ബ്ലോക്ക് വരാൻ സാധ്യത എക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ എക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഓർത്തോപീഡിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അസ്ഥികളുടെ അവസ്ഥ അതിനൊരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഒരു 4-ാമത്തെ 5 സ്റ്റേജുകളാണ് തേയ്മാനത്തിനുള്ളത്. മുട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓരോ ജോയിൻറ്റുകൾക്കും ഓരോ സ്റ്റേജിങ്ങാണ്. അപ്പോൾ അതിൽ അഡ്വാൻസ്ഡ് സ്റ്റേജിലായിട്ടുള്ള ആളാണെങ്കിൽ ഇങ്ങനെയുള്ള കൂടുതൽ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക. അത് ഡോക്ടറുടെ അഭിപ്രായം അറിഞ്ഞ്, അത് ഹാർട്ടിൻ്റെ പ്രായം കൂടുമ്പോഴും മറ്റ് കോംപ്ലിക്കേഷൻ ഉള്ളപ്പോൾ ഹാർട്ടിൻ്റെ ഡോക്ടറുടെയും ഓർത്തോ ഡോക്ടറുടെയും ഒപ്പീനിയൻ അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് നമ്മൾ ജിമ്മിൽ സാധാരണ നടക്കുന്നതാണോ അതോ വീട്ടിൽ ജോലികൾ ചെയ്യുന്നതാണോ ഏറ്റവും നല്ല വ്യായാമം? അത് നമുക്ക് ഒരു ഗ്രൂപ്പിനായിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ഓരോ വ്യക്തികളെയും ജീവിതത്തെ അനുസരിച്ചും അവരുടെ മറ്റ് രോഗങ്ങളും അവരുടെ അവസ്ഥ അനുസരിച്ചിട്ട് പറയാം. ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരാൾക്കാർക്ക് നമുക്ക് ജനറലായി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിപ്പം എല്ലാവർക്കും എല്ലാം നല്ലതാവണമെന്നില്ല. അത് ഓരോ പേഷ്യൻ്റ് സ്പെസിഫിക്കായി മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് എനിക്ക് ക്ലിയർ ആയില്ല. 20 മിനിറ്റ് താമസിച്ചിട്ടാണ് ഓക്കെ 20 മിനിറ്റ് താമസിച്ച് ഹോസ്പിറ്റലിൽ എത്താൻ അവിടെ ഉള്ളവർ മേ ബി മെഡിക്കൽ ലീഗൽ പേടി കാരണോ അല്ലെങ്കിൽ ഈ ട്രെയിൻഡായ ഒരാൾ വരാൻ വേണ്ടിയിട്ടാണോന്നോ ആയിരിക്കാം.
മൊബൈലിൽ വീഡിയോ എടുത്തിട്ടുണ്ടാവും. ആ അത് കൂടുതൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ആൾക്കാർ അവബോധം വളർത്തുന്നതിലൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് നാളെ ആ കിടക്കുന്ന സ്ഥാനത്ത് നമ്മളാവാനുള്ള സാധ്യത കൂടി നമ്മൾ ചിന്തിക്കണം. ഓക്കെ, നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാം. ഡോക്ടർ ഇവിടെ തന്നെ ഉണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ശാസ്ത്രാബോധം വളർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്നത്. അതിന് SNS ഗോവനെ പോലുള്ള സംഘടനകൾക്ക് ചെയ്യാൻ കഴിയുന്നതും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, അത് ഓൺലൈൻ യൂട്യൂബിലൂടെയൊക്കെ അത് കൂടുതൽ പ്രചരിപ്പിക്കുക, അത് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഈ ഒരു പ്രവർത്തനം, ഈ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം വളരെ ഊർജിതമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാം നടന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഞങ്ങളോട് വിശദമായിട്ട് പറഞ്ഞ ഡോക്ടർക്ക് എല്ലാവിധ നന്ദി.